Good morning. Welcome to today's section of CTTF Digital. Today we have the topic Introduction to Computer Networks. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എവല്യൂഷൻ ഓഫ് നെറ്റ്വർക്കിംഗ് വയേർഡ് ആൻഡ് വയർലെസ് നെറ്റ്വർക്കിംഗിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിന്റെ ഹാർട്ടാണ് നമുക്ക് പറയാം. ഓക്കെ, ഏതൊരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിന്റെയും ഇന്നത്തെ കാലത്ത് ഏതൊരു കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിന്റെയും ഹാർട്ടാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർനെറ്റ്, അതുപോലെ തന്നെ ഓൺലൈൻ എഡ്യൂക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ആൻഡ് ഈവൻ ബാങ്കിങ് സിസ്റ്റം പോലും ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യൂല. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിനെ ഒരു പേഴ്സൺ ആയിട്ട് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ. അപ്പൊ ഒറ്റക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും, ഫയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ പ്രോഗ്രാംസ് റൺ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഈ ഒരു റിയൽ പവർ കംസ് വെൻ ഇറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ കമ്പ്യൂട്ടേഴ്സ്. അതിന് മറ്റുള്ള കമ്പ്യൂട്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ആ ഒരു റിയൽ പവർ വരുന്നത്. അവിടെയാണ് ഈ നെറ്റ്വർക്കിംഗ് വരുന്നത്. ഓക്കെ, സോ എന്താണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്? ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിന്റെ ഒരു ഹാർട്ടാണ് നെറ്റ്വർക്കിംഗ് നമുക്ക് പറയാം. നെറ്റ്വർക്കിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ്, ഓൺലൈൻ എഡ്യൂക്കേഷൻസ്, മൊബൈൽ ആപ്ലിക്കേഷൻസും ഈവൻ ബാങ്കിങ് സിസ്റ്റം പോലും എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി കവർ ചെയ്യാനായിട്ട് 3 മെയിൻ ഏരിയാസ് ആണുള്ളത്. ഫസ്റ്റ്, എവല്യൂഷൻ ഓഫ് നെറ്റ്വർക്കിംഗ്, അതായത് ഇത് എങ്ങനെ ബിഗൻ ചെയ്തു, അതുപോലെ തന്നെ എങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ ഡെക്കാഡ്സ് മാറുന്നതിനനുസരിച്ച് എങ്ങനെ ചേഞ്ചസ് വന്നു, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വയേർഡ് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചിട്ടും വയർലെസ് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചിട്ടും, അതായത് ഈ വയേർഡ് നെറ്റ്വർക്കിംഗ് എടുക്കുന്ന സമയത്ത് ഈ ട്രഡീഷണൽ ബാക്ക് ബോൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്കറിയാം. വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആണ്, ഒരു മോഡേൺ ഫ്ലെക്സിബിൾ ഓൾട്ടർനേറ്റീവ് ആണ് വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. സോ അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും? എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും, എങ്ങനെയാണ് വയേർഡും വയർലെസ് മെത്തേഡും തമ്മിൽ വ്യത്യസ്തമാകുന്നതെന്നും, എവിടെയാണ് ഈ ഓരോ ടൈപ്പും റിയൽ വേൾഡിൽ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഈ ഒരു സെക്ഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വി വിൽ സ്റ്റാർട്ട് വിത്ത് എവല്യൂഷൻ ഓഫ് നെറ്റ്വർക്കിംഗ്. ഓക്കെ, എന്താണ് ഈ എവല്യൂഷൻ ഓഫ് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചിട്ട് പറയാനുള്ളത്? എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈ ഒരു ടൈമിനുള്ളിൽ ഇവോൾവ് ചെയ്ത് വന്നേക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു നെറ്റ്വർക്കിംഗിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ സിവിലൈസേഷൻ ഉണ്ടല്ലോ, അതിന് സിമിലർ ആയിട്ട് തന്നെയാണ്. ഓക്കെ, അതായത് മൂവിങ് ഫ്രം ഐസൊലേഷൻ ടു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, പ്രീ നെറ്റ്വർക്ക് എറ. ഓക്കെ, പ്രീ നെറ്റ്വർക്ക് എറ എന്ന് പറയുന്നത് 1960s മുന്നേ ഉള്ള കാലഘട്ടങ്ങളാണ്. ഓക്കെ, പ്രീ നെറ്റ്വർക്ക് എറ അതായത് 1960s മുന്നേ. ഇവിടെ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ മെഷീൻ ആയിരുന്നു. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് 1960 മുന്നേ ഉള്ള കാലഘട്ടത്തില് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ മെഷീൻ മാത്രമായിരുന്നു. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സയന്റിഫിക് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് സയന്റിഫിക് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാല് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റാസ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യാനുള്ള യാതൊരു രീതിയിലുള്ള വഴിയുമില്ല. ഓക്കെ, അതായത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡേറ്റാസ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യാനായിട്ട് പറ്റൂല. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒന്നിന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇഫ് വൺ വാണ്ട് ടു ട്രാൻസ്ഫർ ഡേറ്റ, അവരെന്താ യൂസ് ചെയ്യുന്നത്? അവിടെ പഞ്ച് കാർഡ്സ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ടേപ്സ് യൂസ് ചെയ്യും, അതേപോലെ തന്നെ പ്രിന്റഡ് റിപ്പോർട്ട്സ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ പഞ്ച് കാർഡ്സ്, മാഗ്നറ്റിക് ടേപ്സ് അല്ലെങ്കിൽ പ്രിന്റഡ് റിപ്പോർട്ട്സ് യൂസ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം.
നമ്മൾ ഒരു പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടറിൽ റൈറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ നമ്മൾ ഒരു പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടറിൽ റൈറ്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് എന്നിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ അത് നടന്നു പോയിട്ട് ഒരു പഞ്ച് കാർഡ് യൂസ് ചെയ്തിട്ട് സെയിം പ്രോഗ്രാം മറ്റൊരു കമ്പ്യൂട്ടറിലോട്ടേക്ക് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇതാണ് ഈ ഒരു നെറ്റ്വർക്ക്സ് വരുന്നതിന് മുന്നേ ഉള്ള റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രീ നെറ്റ്വർക്ക് എറ ഇത് ബിഫോർ 1960s ആണ്. ഇവിടെ അന്നത്തെ കാലത്ത് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ മെഷീൻസ് മാത്രമായിരുന്നു. ഇവിടെ ഇത് യൂസ് ചെയ്തത് സയന്റിഫിക് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഡേറ്റാസ് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആർക്കെങ്കിലും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പഞ്ച് കാർഡ്സ്, മാഗ്നറ്റിക് ടേപ്സ്, പ്രിന്റഡ് റിപ്പോർട്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ഡേറ്റാസ് തമ്മിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊരു പ്രോഗ്രാം ഒരു കമ്പ്യൂട്ടറിൽ റൈറ്റ് ചെയ്യാണെന്ന് വിചാരിക്ക്, ഇനി വേറൊരു കമ്പ്യൂട്ടറിൽ സെയിം പ്രോഗ്രാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പഞ്ച് കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നടന്നു പോയിട്ട് ആ ഒരു കമ്പ്യൂട്ടറിൽ സെയിം പ്രോഗ്രാം യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് നെറ്റ്വർക്കിന് മുന്നേ ഉള്ള റിയാലിറ്റി എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ്, ഇനി ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു 1960s തൊട്ടിട്ട് 1970s വരെയുള്ള കാലഘട്ടത്തിൽ, ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു നെറ്റ്വർക്കിംഗ് വരുന്നത്. ഓക്കെ, ദ ബർത്ത് ഓഫ് നെറ്റ്വർക്കിംഗ് ദാറ്റ് ഈസ് ഇൻ ദ ഇയർ 1960s to 1970s. ഓക്കെ, 1969. ഓക്കെ, 1969ലാണ് ആർപ്പാനെറ്റ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, ആരാണ് ക്രിയേറ്റ് ചെയ്തത് ആർപ്പാനെറ്റ്? US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആർപ്പാനെറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, എപ്പോഴാണ്? 1969. ഓക്കെ, ഇനീഷ്യലി ഇത് 4 സൈറ്റ്സ് കണക്റ്റഡ് ആയിരുന്നു. ഓക്കെ, കണക്റ്റഡ് 4 സൈറ്റ്സ്. അപ്പൊ ഈ ഒരു ആർപ്പാനെറ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ആണ്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഇൻ ദ ഇയർ 1969. അപ്പൊ ഇത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് 4 സൈറ്റ്സ് കണക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അതായത് UCLA, സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, UC സാന്റ ബാർബറ, യൂണിവേഴ്സിറ്റി ഓഫ് ഉത്ത. ഓക്കെ, ഈ 4 സൈറ്റ്സ് കണക്ട് ചെയ്തിട്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അവിടെ ഫസ്റ്റ് മെസ്സേജ് എവർ സെൻഡ് ലോഗിൻ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് എവർ സെൻഡ് ലോഗിൻ. ഈ ഒരു സിസ്റ്റം എന്തായി, 2 ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു സിസ്റ്റം ക്രാഷ് ആയി. ബട്ട് ഇവിടെ എന്ത് സംഭവിച്ചു, ആ ഒരു ഐഡിയ അവർക്ക് മനസ്സിലായി, റൈറ്റ്? ബട്ട് ഹിസ്റ്ററി ഹാഡ് ബീൻ മെയ്ഡ്. ഓക്കെ, ഈ 1970s പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻവെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു 1970s പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻവെന്റ് ചെയ്തു. ഇത് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്ററും അതുപോലെ തന്നെ കൂടുതൽ റീലയബിളും ആക്കി. ഓക്കെ, ഇത് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഫാസ്റ്ററും റീലയബിളും ആക്കി. ഓക്കെ, അപ്പോൾ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് വന്നത്. ഓക്കെ, ദ ബർത്ത് ഓഫ് നെറ്റ്വർക്കിംഗ് 1960s തൊട്ടിട്ട് 1970s വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ബർത്ത് ചെയ്തത്, ലൈക്ക് വന്നത്. ഓക്കെ, ഇനി 1969ലാണ് ആർപ്പാനെറ്റ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് തുടക്ക കാലഘട്ടത്തിൽ അത് 4 സൈറ്റ്സ് കണക്റ്റഡ് ആയിരുന്നു. അതായത് UCLA, സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, UC സാന്റ ബാർബറ, യൂണിവേഴ്സിറ്റി ഓഫ് ഉത്ത. ഫസ്റ്റ് മെസ്സേജ് എവർ സെൻഡ് ലോഗിൻ. ഈ ഒരു സിസ്റ്റം ജസ്റ്റ് ഒരു 2 ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു സിസ്റ്റം ക്രാഷ് ആയി. ബട്ട് ആ ഒരു ഐഡിയ കിട്ടി, അതുകൊണ്ട് തന്നെ ബട്ട് ദ ഹിസ്റ്ററി ഹാഡ് ബീൻ മെയ്ഡ് ദാറ്റ്. ഓക്കെ, ഇനി 1970ലാണ് പാക്കറ്റ് സ്വിച്ചിങ് ഇൻവെന്റ് ചെയ്തേക്കുന്നത്. ഇത് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്ററും അതുപോലെ തന്നെ റീലയബിളും ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് 1980s. ഓക്കെ, 1980sലാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ലാൻസ്. ഓക്കെ, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ലാൻസ്. വാട്ട് ഇസ് ലാൻസ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്. ഓക്കെ, സോ 1980s. അപ്പൊ ഈ 1983 TCP അല്ലെങ്കിൽ IP പ്രോട്ടോകോള് എന്ത് ചെയ്തിട്ടുണ്ട്? suit adapted as the standard. Okay, TCP or IP protocol suit adopted as the standard. ഇതെന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആയി. കാരണം എന്താ, എല്ലാ കമ്പ്യൂട്ടേഴ്സിനും
എങ്ങനെയാണ് ഒരു കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ളത് അറിയാനായിട്ട് പറ്റി. ഓക്കെ, ഈ TCP അല്ലെങ്കിൽ IP പ്രോട്ടോകോള് സ്യൂട്ട് അഡോപ്റ്റഡ് ആസ് ദ സ്റ്റാൻഡേർഡ് ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. കാരണം എങ്ങനെയാണ് എല്ലാ കമ്പ്യൂട്ടേഴ്സിനും അറിയാൻ വേണ്ടി പറ്റി എങ്ങനെയാണ് ഒരു കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതേപോലെ തന്നെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അത് നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ജസ്റ്റ് നോ ദ കോൺസെപ്റ്റ്. ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എമേർജ് ചെയ്തേക്കുന്നത് 1980s. ഓക്കെ, അപ്പൊ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഇവിടെ എമേർജ് ചെയ്തു. പിന്നെ എതർനെറ്റ് ഡെവലപ്ഡ് അറ്റ് സെറോക്സ് പാർക്ക്. എതർനെറ്റ് എവിടെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? സെറോക്സ് പാർക്കിലാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് കൂടുതൽ വൈഡ് ആയിട്ട് ലാൻഡ് ടെക്നോളജിയിൽ ബിക്കം ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലാൻഡ് ടെക്നോളജി. ഈ ഇതർനെറ്റ് പിന്നീട് എന്തായി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ലാൻഡ് ടെക്നോളജി ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഇതർനെറ്റ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് സെറോക്സ് പാർക്കാണ്. എവിടെയാണ് നമ്മൾ ഈ ഇതർനെറ്റ് കേബിൾസ് ഒക്കെ കാണുന്നത്? കോളേജ് കമ്പ്യൂട്ടർ ലാബ്സിൽ, അതുപോലെ തന്നെ ഓഫീസസിൽ, ഈവൻ നമ്മുടെ ഹോമിൽ വൈഫൈ റൗട്ടർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ബിഹൈൻഡില് ഒക്കെ എന്താ യൂസ് ചെയ്യുന്നത്? ഇതർനെറ്റ് കേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 1980s സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ലാൻസ്, 1983 TCP അല്ലെങ്കിൽ IP പ്രോട്ടോകോള് സ്യൂട്ട് അഡോപ്റ്റഡ് ആസ് ദ സ്റ്റാൻഡേർഡ്. ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. കാരണം എന്താ? എല്ലാ കമ്പ്യൂട്ടേഴ്സിനും എങ്ങനെയാണ് ഒരു കോമൺ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ്, അതായത് ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് എമേർജ് ചെയ്തിട്ടുള്ളത്. പിന്നെ എതർനെറ്റ് സെറോക്സ് പാർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഡെവലപ്ഡ് അറ്റ് സെറോക്സ് പാർക്ക് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ട്, അതായത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ലാൻഡ് ടെക്നോളജി ആയിട്ട് മാറി. ഇനി ഇതർനെറ്റ് കേബിൾസ് നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? കോളേജ് കമ്പ്യൂട്ടർ ലാബ്സിൽ, ഓഫീസിൽ, ഈവൻ ബിഹൈൻഡ് യുവർ ഹോം വൈഫൈ റൗട്ടേഴ്സിൽ പോലും നമുക്ക് ഇതർനെറ്റ് കേബിൾ കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് 1990s. ഓക്കെ, 1990s ഈ ഇന്റർനെറ്റ് റവല്യൂഷൻ വന്നത്. ദ റവല്യൂഷൻ ഓഫ് ഇന്റർനെറ്റ്, ദ ഇന്റർനെറ്റ് റവല്യൂഷൻ. അപ്പൊ ഈ 1991 ടിം ബെർണേഴ്സ് ലീ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? വേൾഡ് വൈഡ് വെബ്, ദാറ്റ് ഈസ് WWW. ഓക്കെ, വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ടിം ബെർണേഴ്സ് ലീ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വേൾഡ് വൈഡ് വെബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മൊസാക്ക് അതുപോലെ തന്നെ നെറ്റ്സ്കാപ്പ് നാവിഗേറ്റർ പോലെയാണ്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇന്റർനെറ്റ് ആക്സസിബിൾ ടു ദ പബ്ലിക്. ഇത് എന്താക്കുന്നുണ്ട്? ഇന്റർനെറ്റിനെ പബ്ലിക്ലി ആക്സസിബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, സോ വെബ് ബ്രൗസർ എന്ന് പറയുന്നത് മോസിയാക്ക്, അതായത് ഈ 1993 ഓക്കെ, വെബ് ബ്രൗസർ ലൈക്ക് മോസിയാക്ക് ആൻഡ് നെറ്റ്സ്കേപ്പ് നേവിഗേറ്റർ. ഓക്കെ, ഈ മോസിയാക്ക് പോലെയുള്ള വെബ് ബ്രൗസറും അതുപോലെ തന്നെ നെറ്റ്സ്കേപ്പ് നേവിഗേറ്ററും ഈ ഇന്റർനെറ്റ് പബ്ലിക്കിനെ ആക്സസിബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, so web browser like Mosaic and Netscape Navigator made the internet accessible to the public. ഇനി ഇമെയിൽ, അതുപോലെ തന്നെ ഓൺലൈൻ ചാറ്റ്സ്, ഫയൽ ഷെയറിംഗ് എന്നൊക്കെ ഈ ഒരു ഇമെയിലും ഓൺലൈൻ ചാറ്റ്സും ഫയൽ ഷെയറിംഗ് ഒക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇമെയിൽ അധിക കാലത്തും ആ 1990s കൂടുതലും ഇമെയിൽസും ഓൺലൈൻ ചാറ്റ്സും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ ഒരു ഇമെയിൽ, ഓൺലൈൻ ചാറ്റ്സ് അതുപോലെ തന്നെ ഈ ഫയൽ ഷെയറിംഗ് ഒക്കെ കൂടുതൽ പോപ്പുലർ ആയത് ഈ ഒരു 1990s. ഓക്കെ, ഇനി ഈ ഓർഗനൈസേഷൻസ് ലാനുമായിട്ട് കണക്ട് ചെയ്തിട്ട് കണക്റ്റഡ് ദിയർ ലാൻഡ്സ്, അതായത് ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് കണക്ടിങ് ദിയർ ലാൻഡ്സ്. ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്തു? ലാൻഡ്സിന് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ദാറ്റ് ഈസ് വാൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഈ 1995 കുറച്ച് മില്യൺ പീപ്പിൾസിന് മാത്രമേ ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് മോർ ദാൻ 5 ബില്യൺ പീപ്പിൾസ് ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്? ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. 1995 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമായിരുന്നു ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺസ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഇന്റർനെറ്റ് ഈസിലി അവൈലബിളും ആണ്. സോ ദാറ്റ് ബില്യൺസ് ഓഫ് പീപ്പിൾ, 5 ബില്യൺസ് ഓഫ് പീപ്പിൾസ് ആണ് ഡെയിലി ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്?
സോ 1990s ഇന്റർനെറ്റ് റവല്യൂഷൻ 1991 ടിം ബെർണേഴ്സ് ലീ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്ത് വേൾഡ് വൈഡ് വെബ് ദാറ്റ് ഇസ് WWW. ഓക്കെ, ഈ മൊസിയാക്ക് പോലെയുള്ള വെബ് ബ്രൗസേഴ്സും അതുപോലെ തന്നെ നെറ്റ്സ്കാപ്പ് നാവിഗേറ്റേഴ്സും ഇന്റർനെറ്റ് ആക്സസ്, അതായത് പബ്ലിക്കിനെ ആക്സസിബിൾ ആക്കുന്നുണ്ട്. ഓക്കെ, ഇമെയില്, ഓൺലൈൻ ചാറ്റ്സ്, ഫയൽ ഷെയറിംഗ് ഒക്കെ പോപ്പുലർ ആയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്തു, ഈ ലാൻസിന അവരുടെ ലാൻസിന വൈഡ് ഏരിയ നെറ്റ്വർക്ക് ദാറ്റ് ഇസ് വാൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഈ 1995 കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് 5 ബില്യൺ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെയിലി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇനി 2000 കടന്നു. ഓക്കെ, 2000 തൊട്ടിട്ട് പ്രസന്റ് ഇന്നത്തെ ഈ ഒരു 2025 വരെ ബ്രോഡ്ബാൻഡ്, വൈഫൈ, മൊബൈല് ആൻഡ് IoT ഒക്കെ വന്നിട്ടുണ്ട്. റൈറ്റ്, ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് എന്ത് ചെയ്തു, ഡയലപ്പ് ഇന്റർനെറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് വന്നതോടുകൂടി ഡയലപ്പ് ഇന്റർനെറ്റിനെ റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഡയലപ്പ് ഇന്റർനെറ്റിന് ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് റീപ്ലേസ് ചെയ്തു. ഈ വൈഫൈ എന്ന് പറയുന്നത് ഈ വീടുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും കഫേകളിലും ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, വൈഫൈ എന്തായി, ഈ ഒരു 2000 കാലഘട്ടങ്ങളിൽ തൊട്ടിട്ട് നമ്മൾ കോമൺ ആയിട്ട് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കഫേസിലാണെന്നുണ്ടെങ്കിൽ പോലും ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഈ മൊബൈൽ നെറ്റ്വർക്ക്സ്, അതായത് 2G 3G 4G 5G എന്നൊക്കെ ഇവോൾവ് ചെയ്തിട്ടുള്ള മൊബൈൽ നെറ്റ്വർക്ക്സ്, അതേപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നു ഇവിടെ. ഈ ഒരു കാലഘട്ടത്തിലാണ് മൊബൈൽ നെറ്റ്വർക്ക്സ് ഇവോൾവ് ചെയ്തു. അതായത് 2Gന്ന് 3Gയിലേക്ക്, 3Gന്ന് 4G, 4Gന്ന് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പൊ 5G വരെ എത്തി നിൽക്കുവാണ്. റൈറ്റ്, അപ്പൊ ഈ 2G 3Gയിലോട്ടേക്ക് മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ സ്പീഡും ആ ഒരു എഫിഷ്യൻസിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ആയിക്കൊണ്ടേ ഇരിക്കുവാണ്. ഓക്കെ, അപ്പൊ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നു. അങ്ങനെ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, അതുപോലെ തന്നെ വൺ ഡ്രൈവ് ഒക്കെ പോസിബിൾ ആക്കുന്നുണ്ട്. റൈറ്റ്, ഈ സർവീസസ്, മേക്കിംഗ് സർവീസസ് ലൈക്ക് ഗൂഗിൾ ഡ്രൈവ്, ഈ ഗൂഗിൾ ഡ്രൈവും ഡ്രോപ്പ് ബോക്സും വൺ ഡ്രൈവ് പോലെയുള്ള സർവീസസ് പോസിബിൾ ആക്കുന്നുണ്ട്. നെക്സ്റ്റ് IoT എന്ന് പറയുന്നത് എന്താ ഈ ഫുൾ നെയിം ഓഫ് IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. റൈറ്റ്, അപ്പൊ ഈ സ്മാർട്ട് TVs, സ്മാർട്ട് വാച്ചസ്, ഈവൻ റെഫ്രിജറേറ്റേഴ്സ് പോലും, സ്മാർട്ട് TVs, സ്മാർട്ട് വാച്ചസ് ആൻഡ് ഈവൻ റെഫ്രിജറേറ്റേഴ്സിനെ പോലും നെറ്റ്വർക്ക്ഡ്, ഇന്നത്തെ കാലത്ത് നെറ്റ്വർക്ക് ചെയ്തേക്കുന്നു, അതായത് കണക്റ്റഡ് ആണ്. റൈറ്റ്, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ജസ്റ്റ് 4 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടാണ് 1969 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് ടുഡേ വി ലിവ് ഇൻ എ വേൾഡ് വെയർ ബില്യൺസ് ഓഫ് ഡിവൈസസ് ആർ ഇന്റർ കണക്റ്റഡ്. ജസ്റ്റ് 4 ഡിവൈസസ് മാത്രം കണക്ട് ചെയ്ത് തുടങ്ങിയെടുക്കുക. ഇന്നത്തെ കാലത്ത് ബില്യൺസ് ഓഫ് ഡിവൈസസ് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്, ഫ്രം സ്മാർട്ട് ഫോൺ ടു സാറ്റലൈറ്റ്. ഓക്കെ, സോ 2000 തൊട്ടിട്ട് പ്രസന്റ് വരെ എന്തൊക്കെ കാര്യങ്ങൾ വന്നു, ബ്രോഡ്ബാൻഡ് വന്നു, വൈഫൈ വന്നു, മൊബൈൽ വന്നു, IoT വന്നു. അപ്പൊ ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഡയലപ്പ് ഇന്റർനെറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഈ വൈഫൈ എന്തായി, ഹോമിൽ, അതായത് വീടുകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും കഫേസിലൊക്കെ ഇതൊരു കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമായി. ഓക്കെ, അപ്പൊ ഈ മൊബൈൽ നെറ്റ്വർക്ക് ഇവോൾവ് ചെയ്തു. അതായത് ആദ്യ കാലഘട്ടത്തിലൊക്കെ 2G, അത് പിന്നീട് 3G ആയി, പിന്നീട് 4G ആയി, ഇപ്പം ഈ ലാസ്റ്റ് ഇപ്പൊ 5G വരെ എത്തി നിൽക്കുവാണ്. റൈറ്റ്, അപ്പൊ ഈ 5G എന്ന് പറയുന്നത് എന്താ, വളരെ ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡേറ്റയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എമേർജ് ചെയ്തു. ഈ അങ്ങനെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എമേർജ് ചെയ്യുന്നത് വഴി ഈ ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് ഒക്കെ പോലെയുള്ള സർവീസസ് നമുക്ക് പോസിബിൾ ആക്കാൻ തുടങ്ങി. നെക്സ്റ്റ് IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സ്മാർട്ട് TVs, അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചസ്, ഈവൻ റെഫ്രിജറേറ്റേഴ്സ് പോലും നൗ നെറ്റ്വർക്ക്ഡ് ആണ്. നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ 4 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ട് 1969 4 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ബില്യൺസ് ഓഫ് ഡിവൈസുകൾ തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്, ഫ്രം സ്മാർട്ട് ഫോൺ ടു സാറ്റലൈറ്റ്. റൈറ്റ്, സോ
നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എവല്യൂഷൻ ഓഫ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഈ ഒരു നെറ്റ്വർക്കിംഗിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സിവിലൈസേഷനെ പോലെ തന്നെയാണ്. മൂവിങ് ഫ്രം ഐസൊലേഷൻ ടു കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രീ നെറ്റ്വർക്ക് എറയാണ്. പ്രീ നെറ്റ്വർക്ക് എറ, അതായത് 1960 മുന്നേ ഉള്ള കാലഘട്ടം, ബിഫോർ 1960s. ഓക്കെ, 1960s മുന്നേ ഉള്ളത്. ഓക്കെ, അതായത് നെറ്റ്വർക്ക് വരുന്നതിന് തൊട്ട് മുന്നേ. കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു സ്റ്റാൻഡ് അലോൺ മെഷീൻ ആയിരുന്നു. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് സയന്റിഫിക് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ ഷെയർ, അതായത് കമ്പ്യൂട്ടേഴ്സുകൾ തമ്മിൽ ഡേറ്റ ഷെയർ ഒന്നും തന്നെ നടക്കൂല. ഓക്കെ, ഇപ്പൊ ആർക്കെങ്കിലും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? പഞ്ച് കാർഡ്സ്, മാഗ്നറ്റിക് ടേപ്സ്, അല്ലെങ്കിൽ പ്രിന്റഡ് റിപ്പോർട്ട്സ് ഒക്കെ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ, അതിലൂടെ മാത്രമേ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദ സെക്കൻഡ് ഇസ് ബർത്ത് ഓഫ് നെറ്റ്വർക്കിംഗ്. ഇവിടെയാണ് നെറ്റ്വർക്കിംഗ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് 1916 തൊട്ടിട്ട് 1970s വരെയുള്ള കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ 1969 ആർപ്പാനെറ്റ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ തുടക്ക കാലഘട്ടത്തിൽ 4 സൈറ്റ്സ് മാത്രമായിരുന്നു കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഇസ് UCLA, സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, UC സാന്റ ബാർബറ, യൂണിവേഴ്സിറ്റി ഓഫ് ഉത്താം. ഈ ഫസ്റ്റ് മെസ്സേജ് എവർ സെൻഡ് ലോഗിൻ. ഈ ഒരു സിസ്റ്റം എന്തായി? ജസ്റ്റ് 2 ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ എന്തായിട്ടുണ്ട്? ആ ഒരു സിസ്റ്റം ക്രാഷ് ആയി. പക്ഷെ ആ ഒരു ഐഡിയ അവർക്ക് കിട്ടി. ഓക്കെ, അവിടെ എന്ത് ചെയ്തു? ഹിസ്റ്ററി ഹാഡ് ബീൻ മെയ്ഡ്. ഓക്കെ, സോ 1970s പാക്കറ്റ് സ്വിച്ചിങ് ഇൻവെന്റ് ചെയ്തു. ഇത് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്ററും അതുപോലെ തന്നെ റീലബിളും ആക്കി. നെക്സ്റ്റ് ഇസ് 1980s, ദാറ്റ് ഇസ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ലാൻസ്. 1983 TCP/IP പ്രോട്ടോകോള് സ്യൂട്ട് അഡോപ്റ്റഡ് ആസ് ദ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇതൊരു ടേണിംഗ് പോയിന്റ് ആയി മാറി. കാരണം എന്താ? എല്ലാ കമ്പ്യൂട്ടേഴ്സിനും ഒരു കോമൺ ലാംഗ്വേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഈ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു കാലഘട്ടത്തിലാണ് എമേർജ് ചെയ്തിട്ടുള്ളത്. ഇതർനെറ്റ്, അതായത് ഈ ഡെവലപ്പ് ചെയ്തേക്കുന്നത് ആരാ? സെറോക്സ് സ്പാർക്ക്. ഡെവലപ്ഡ് എട്ട് സെറോക്സ് സ്പാർക്ക്. അത് കൂടുതലായിട്ട് ലാൻഡ് ടെക്നോളജിയിൽ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. എവിടെയായിരുന്നു നമുക്ക് ഇതർനെറ്റ് കാണാൻ പറ്റുന്നത്? കോളേജ്, കമ്പ്യൂട്ടർ ലാബിലും ഓഫീസിലും ഒക്കെ കോമൺ ആയിട്ട് നമുക്ക് ഇതർനെറ്റ് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് 1990s, ഇവിടെ ദ ഇന്റർനെറ്റ് റെവല്യൂഷൻ. 1991 ടിം ബെർണേഴ്സ് ലീ എന്ത് ചെയ്തിട്ടുണ്ട്? വേൾഡ് വൈഡ് വെബ്, ദാറ്റ് ഇസ് WWW ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ വെബ് ബ്രൗസേഴ്സ് എന്ന് പറയുന്നത് മൊസാക്ക് ആണ്. ഓക്കെ, അതേപോലെ തന്നെ വെബ് ബ്രൗസേഴ്സ് ലൈക്ക് മൊസാക്ക് ആൻഡ് നെറ്റ്സ്കേപ്പ് നാവിഗേറ്റേഴ്സ് ഇന്റർനെറ്റ് ആക്സസ്, അതായത് ഇന്റർനെറ്റിനെ പബ്ലിക്കിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാക്കി. ഇമെയില്, ഓൺലൈൻ ചാറ്റ്, ഫയൽ ഷെയറിംഗ് ഒക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് അന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഓർഗനൈസേഷൻ എന്ത് ചെയ്തു? അവരുടെ ലാൻസിനെ വൈഡ് ഏരിയ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് 2000 തൊട്ടിട്ട് ഇന്നത്തെ കാലഘട്ടം വരെ ബ്രോഡ്ബാൻഡ്, വൈഫൈ, മൊബൈല്, IoT, ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഒക്കെ ഡയലപ്പ് ഇന്റർനെറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഈ വൈഫൈ എന്ന് പറയുന്നത് വീടുകളിലും സ്കൂളുകളിലും കഫേകളിലും ഒക്കെ കോമൺ ആയി. അതുപോലെ തന്നെ ഈ മൊബൈൽ നെറ്റ്വർക്ക്സ് ഉണ്ടല്ലോ, അതായത് 2G 3Gയിലോട്ടേക്ക്, 3G 4Gയിലോട്ടേക്ക്, 4G 5Gയിലോട്ടേക്ക് ഇവോൾവ് ചെയ്തു. നെക്സ്റ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എമേർജ് ചെയ്തു. ഇത് സർവീസസ് ആയിട്ടുള്ള ഗൂഗിൾ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ്, വൺ ഡ്രൈവ് ഒക്കെ പോസിബിൾ ആക്കി. IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഇത് സ്മാർട്ട് TVs, സ്മാർട്ട് വാച്ചസ്, ഈവൻ റെഫ്രിജറേറ്റേഴ്സിനെ പോലും നെറ്റ്വർക്ക് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ 4 കമ്പ്യൂട്ടർ, ജസ്റ്റ് ഒരു 4 കമ്പ്യൂട്ടർ മാത്രം കണക്ട് ചെയ്തിട്ടാണ് 1969 തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ലോകമെമ്പാടും ബില്യൺസ് ഓഫ് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട്, അതായത് ഈ സ്മാർട്ട് ഫോൺ തൊട്ടിട്ട് സാറ്റലൈറ്റ് വരെ കണക്ട്. ഓക്കെ, അപ്പൊ എവല്യൂഷൻ എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്, റൈറ്റ്? ഇനി നമുക്ക് എന്താണ് വയേർഡ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഈ വയേർഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്?
ലെറ്റ് us look at wired networking. ഇതൊരു ട്രഡീഷണലും അതുപോലെ തന്നെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം ഓഫ് നെറ്റ്വർക്കിംഗ് ആണ്. ട്രഡീഷണലും അതേപോലെ തന്നെ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് നെറ്റ്വർക്കിംഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വയേർഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ വയേർഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഡിവൈസുകൾ തമ്മിൽ ഫിസിക്കൽ കേബിൾ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് രണ്ട് ഡിവൈസിന് ഒരു ഫിസിക്കൽ കേബിൾ ഉണ്ടാവും. ആ ഒരു ഫിസിക്കൽ കേബിൾ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ വയേർഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്തൊക്കെ കേബിൾസ് യൂസ് ചെയ്യും വയേർഡ് നെറ്റ്വർക്കിംഗിന് വേണ്ടിയിട്ട്? കോപ്പർ വയേഴ്സ്, കോആക്സിയൽ കേബിള്, ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, സോ എന്താ ഈ വയേർഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്? ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ കേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ വയേർഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് വയേർഡ് മീഡിയ. എന്തൊക്കെ ടൈപ്സ് ഓഫ് വയേർഡ് മീഡിയ ആണ് നമുക്കുള്ളത്? ഈ വയേർഡ് മീഡിയ മെയിൻലി റെഫർ ചെയ്യുന്നത് ഫിസിക്കൽ കേബിൾസിനെയാണ്. ഓക്കെ, വയേർഡ് മീഡിയ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റെഫർ ചെയ്യുന്നത്, അതായത് മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ, ദാറ്റ് ഇസ് ഫിസിക്കൽ കേബിൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഡേറ്റ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവൈസുകൾ തമ്മിൽ ഡേറ്റ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ കേബിളിനെയാണ് ഈ ഒരു വയേർഡ് മീഡിയ റെഫർ ചെയ്യുന്നത്. ഈ മീഡിയ എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? റിലയബിൾ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ അകത്തുള്ള റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു മീഡിയ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടെ 3 മേജർ ടൈപ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഈ മീഡിയ എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? റിലയബിൾ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ അകത്തുള്ള റിലയബിൾ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു മീഡിയ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇവിടെ 3 മേജർ ടൈപ്സ് ആണ് ഉള്ളത്. എന്തൊക്കെയാണ് 3 മേജർ ടൈപ്സ് ഓഫ് വയേർഡ് മീഡിയ എന്ന് പറയുന്നത്? ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോആക്സിയൽ കേബിൾ ആൻഡ് optical fiber cable. Okay, so let's discuss about twisted pair cable. Twisted pair cable എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് ഉണ്ടാവും. ഓക്കെ, 2 ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് ഉണ്ടാവും. ഇത് ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്വിസ്റ്റഡ്, രണ്ട് കേബിൾ ഉള്ളത് കൊണ്ട് തന്നെ ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൺസിസ്റ്റിംഗ് ഓഫ് 2 ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് ട്വിസ്റ്റഡ് അറൌണ്ട് ഈച്ച് അതർ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ട്വിസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവുക? ഈ ഒരു ട്വിസ്റ്റിംഗിന്റെ പേർപ്പസ് എന്തായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ്, ദാറ്റ് ഇസ് EMI, അതായത് ഈ എക്സ്റ്റേണൽ സോഴ്സിന്റെ അകത്തുനിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ് അഥവാ EMI കുറക്കും. ഓക്കെ, റെഡ്യൂസ് ചെയ്തിട്ട് ക്രോസ് ടോക്സ് ഉണ്ടാവില്ലേ, അതായത് ഈ എഡ്ജസ് ആൻഡ് പെയേഴ്സ് തമ്മിലുള്ള ക്രോസ് ടോക്സ് മിനിമൈസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ റെഡ്യൂസസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ് EMI ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് ആൻഡ് മിനിമൈസസ് ക്രോസ് ടോക്ക് ബിറ്റ്വീൻ എഡ്ജസ് ആൻഡ് പെയേഴ്സ്. ഓക്കെ, ട്വിസ്റ്റഡ് പെയർ കേബിൾ, ഇത് 2 ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് തമ്മിൽ ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. രണ്ടും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ട്വിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ട്വിസ്റ്റിംഗ് പേർപ്പസ് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു ട്വിസ്റ്റിംഗിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ് അഥവാ EMI എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും റെഡ്യൂസ് ചെയ്യും. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ്, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ് റെഡ്യൂസ് ചെയ്തിട്ട് എഡ്ജസ് ആൻഡ് പെയേഴ്സ് തമ്മിലുള്ള ക്രോസ് ടോക്സ് മിനിമൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇവിടെ നമുക്ക് 2 ടൈപ്സ് ഓഫ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ് ഉള്ളത്. ദാറ്റ് ഇസ് unshielded twisted pair, that is UTP, and shielded twisted pair, that is STP. Okay, UTP എന്ന് പറയുന്നത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ്. ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള ഷീൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല, അൺഷീൽഡഡ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ചീപ്പറും ആണ്. ഇത് ലാൻസിലാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ലാൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്, റൈറ്റ്? അപ്പോൾ UTP എന്ന് പറയുന്നത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ്. ഇവിടെ അഡീഷണൽ ഷീൽഡിംഗ് ഒന്നും തന്നെ ഉണ്ടാവില്ല, ചീപ്പറും ആണ്. അതേപോലെ തന്നെ ലാൻസിൽ യൂസ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, Cat5, Cat6 കേബിൾസ്. ഓക്കെ, Cat5ഉം Cat6 കേബിൾസും ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇഥർനെറ്റ് കണക്ഷൻസിലാണ്. ഓക്കെ,
Cat 5 and Cat 6 cables. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇഥർനെറ്റ് കണക്ഷൻസിലാണ്. നെക്സ്റ്റ് STP, ദാറ്റ് ഇസ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ഓക്കെ, UTP എന്ന് പറയുന്നത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ്. STP എന്ന് പറയുന്നത് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ്. അപ്പൊ UTPയിൽ നമ്മൾ പറഞ്ഞു എഡീഷണൽ ആയിട്ടുള്ള ഷീൽഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിലില്ല. പക്ഷെ STPന്റെ അകത്ത്, അതായത് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിന്റെ അകത്ത് ഇവിടെ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഷീൽഡിംഗ് ഉണ്ടാവും. ഒരു ഫോയിലോ അല്ലെങ്കിൽ ഒരു ബ്രേഡഡ് ഷീൽഡോ ഉണ്ടാവും. ഓക്കെ, ഒരു എക്സ്ട്രാ ലെയർ, ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഷീൽഡിങ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളിന്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെവി ആയിട്ടുള്ള ഇന്റർഫേസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഹെവി ഇന്റർഫറൻസസ്. ഇത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ഇത് ഓൾറെഡി ഒരു എക്സ്ട്രാ ഷീൽഡിങ് വരുന്നത് കൊണ്ട് തന്നെ ഇത് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലോ അല്ലെങ്കിൽ ഹൈ ഇന്റർഫറൻസ് എൻവയൺമെന്റിലാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ യൂസസ് എന്താണ്? മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ, ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇഥർനെറ്റ് ലാൻസില്, ടെലി കമ്മ്യൂണിക്കേഷൻ ലൈൻസിലൊക്കെയാണ്. ഇഥർനെറ്റ് ലാൻസിന്റെ അകത്തും അതുപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ ലൈൻസിലാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ രണ്ട് ടൈപ്സ് ഷീൽഡഡ് പെയർ, ട്വിസ്റ്റഡ് പെയർ കേബിൾ പറഞ്ഞു. രണ്ട് ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? പരസ്പരം ട്വിസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എഡ്ജസൻ പെയർ തമ്മിലുള്ള ക്രോസ് ടോക്സ് മിനിമൈസ് ചെയ്യാൻ കൂടെ ചെയ്യുന്നുണ്ട്. രണ്ട് ടൈപ്സ് ഉള്ളത്, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും. അൺഷീൽഡഡിന് എക്സ്ട്രാ ഷീൽഡിംഗ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. ബട്ട് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറിന് എക്സ്ട്രാ ലെയർ ഓഫ് ഷീൽഡിംഗ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോആക്സിയൽ കേബിൾ. ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെൻട്രൽ ആയിട്ട് ഒരു കോപ്പർ കണ്ടക്ടർ ഉണ്ടാവും. സെൻട്രൽ കോപ്പർ കണ്ടക്ടർ ഉണ്ട്. ഇൻസുലേറ്റിംഗ് ഡൈ ഇലക്ട്രിക് ലെയർ ഉണ്ടാവും. മെറ്റാലിക് ഷീൽഡിംഗ് ഉണ്ട്, ദാറ്റ് ഇസ് ബ്രേഡഡോ അല്ലെങ്കിൽ ഫോയിലോ ആയിരിക്കും. ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയറും ഉണ്ടാവും. ഓക്കെ, കോആക്സിയൽ കേബിൾ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ കോപ്പർ കണ്ടക്ടർ, ഇൻസുലേറ്റിംഗ് ഡൈ ഇലക്ട്രിക് ലെയർ ഉണ്ടാവും, മെറ്റാലിക് ഷീൽഡിംഗ് ദാറ്റ് ഇസ് ബ്രേഡഡോ ആവാം അല്ലെങ്കിൽ ഫോയിലും ആവാം, ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയറും ഉണ്ടാവും. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെറ്റർ ഷീൽഡിംഗ്, അതായത് നമ്മളിപ്പോൾ ട്വിസ്റ്റഡ് പെയർ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ഷീൽഡിങ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ ബാൻഡ് വിഡ്ത്ത്, അതായത് കൂടുതൽ ബാൻഡ് വിഡ്ത്തും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പണ്ട് കാലത്തിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്സിൽ, ഫോർ എക്സാമ്പിൾ ബസ് ടോപ്പോളജി, ഇഥർനെറ്റ്, അങ്ങനെയുള്ള പണ്ട് കാലത്തിലുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ഇത് കേബിൾ TVന്റെ അകത്തും ബ്രോഡ്ബാൻഡ് കണക്ഷൻ്റെ അകത്തും അതുപോലെ തന്നെ CCTV സിസ്റ്റത്തിന്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കോആക്സിയൽ കേബിള് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സെൻട്രൽ കോപ്പർ കണ്ടക്ടർ, അത് ഇൻസുലേറ്റിംഗ് ഡൈ ഇലക്ട്രിക് ലെയർ ഉണ്ടാവും, ഒരു മെറ്റാലിക് ഷീൽഡിംഗ് ഉണ്ട്, ദാറ്റ് ഇസ് ബ്രേഡഡോ അല്ലെങ്കിൽ ഫോയിലോ ആവാം, ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയറും ഉണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായത് നല്ല രീതിയിലുള്ള ട്വിസ്റ്റഡ് പെയറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഷീൽഡിങ് ഈ ഒരു കോആക്സിയൽ കേബിള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹയർ ബാൻഡ് വിഡ്ത്തും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലായിരുന്നു ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ബസ് ടോപ്പോളജി, ഇഥർനെറ്റിലൊക്കെ. ബട്ട് സ്റ്റിൽ കേബിൾ TVന്റെ അകത്തും ബ്രോഡ്ബാൻഡ് കണക്ഷൻ്റെ അകത്തും CCTV സിസ്റ്റത്തിന്റെ അകത്തൊക്കെ ഇന്നും യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇതിന്റെ കോർ എന്ന് പറയുന്നത് ഒരു ഗ്ലാസോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ ആയിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അത് ലൈറ്റ് ആണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, കോർ മെയ്ഡ് ഓഫ് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്. അതായത് ഇതിന്റെ കോർ എന്ന് പറയുന്നത് ഒന്നിക്കിൽ ഗ്ലാസ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആയിരിക്കും. ഇവിടെ ക്യാരി ചെയ്യുന്നത് ലൈറ്റിനെയാണ് ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് ക്യാരി ചെയ്യുന്നത്. ക്ലാഡിങ്, ഇവിടെ ഒരു ക്ലാഡിങ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? ക്ലാഡിങ് ടു റിഫ്ലക്ട് ലൈറ്റ് ബാക്ക് ഇൻ ടു ദ കോർ, അതായത് ആ ഒരു ലൈറ്റ് തിരിച്ച് കോറിലോട്ടേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാഡിങ് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആൻഡ് ഔട്ടർ ജാക്കറ്റും ഉണ്ട്. ഓക്കെ,
നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഡേറ്റയെ ഒരു പൾസസ് ആയിട്ട്, പൾസസ് ഓഫ് ലൈറ്റ്, അതായത് ഒരു ഇലക്ട്രിക് സിഗ്നലിന് പകരം ഡേറ്റാസ് ഒരു പൾസസ് ഓഫ് ലൈറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ട്രാൻസ്മിറ്റ്സ് ഡേറ്റ ആസ് പൾസസ് ഓഫ് ലൈറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ്. ഇലക്ട്രിക് സിഗ്നൽസിന് പകരം ഒരു പൾസസ് ഓഫ് ലൈറ്റ് ആയിട്ടാണ് ഡേറ്റ ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിള്. ഇതിന്റെ കോർ എന്ന് പറയുന്നത് ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടായിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവിടെ എന്താ ക്യാരി ചെയ്യുന്നത്? ലൈറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. ഒരു ക്ലാഡിങ് ഉണ്ടാവും. ആ ക്ലാഡിങ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് കോറിലോട്ടേക്ക് തന്നെ ലൈറ്റ് തിരിച്ച് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങും അതുപോലെ തന്നെ ഔട്ടർ ജാക്കറ്റും ഉണ്ട്. വർക്കിംഗ് എന്ന് പറയുന്നത് ഡേറ്റ പൾസസ് ഓഫ് ലൈറ്റ്, അതായത് ഇലക്ട്രിക് സിഗ്നലിന് പകരം, ഓക്കെ, ഇലക്ട്രിക്കൽ സിഗ്നലിന് പകരം പൾസസ് ഓഫ് ലൈറ്റ് ആയിട്ടാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസും യൂസസും എന്തൊക്കെയാണ് നോക്കാം. ഇത് എക്സ്ട്രീംലി ഹൈ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. ഓക്കെ, എക്സ്ട്രീംലി ഹൈ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് ട്രാൻസ്മിറ്റ് ഓവർ ലോങ് ഡിസ്റ്റൻസ്, അതായത് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ആ ഒരു സിഗ്നലിന്റെ അകത്ത് യാതൊരു രീതിയിലുള്ള ലോസും ഇല്ലാതെ, വിത്തൗട്ട് സിഗ്നൽ ലോസ്, നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇമ്മ്യൂണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ്, ഇമ്മ്യൂൺ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ്. ഓക്കെ, യൂസസ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ബാക്ക്ബോൺ നെറ്റ്വർക്ക് ആണ്. സബ്മെറൈൻ കേബിൾസ് കൺട്രീസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ISPs, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്, അതുപോലെ തന്നെ എന്റർപ്രൈസ് ലെവൽ നെറ്റ്വർക്കും. സോ നമ്മൾ എന്തായിരുന്നു വയേർഡ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. വയേർഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഡിവൈസിനെ ഫിസിക്കൽ കേബിൾ വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ കോപ്പർ വയർ, കോആക്സിയൽ കേബിൾ, ഒപ്റ്റിക്കൽ ഫൈബർ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് വയേർഡ് മീഡിയനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. ഈ ഒരു വയേർഡ് മീഡിയ മെയിൻ ആയിട്ട് റെഫർ ചെയ്യുന്നത് ഫിസിക്കൽ കേബിൾസ് ആണ്. ഓക്കെ, അതായത് ഡേറ്റ സിഗ്നൽസ് ഡിവൈസുകൾ തമ്മിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ കേബിളിനെയാണ് വയേർഡ് മീഡിയ റെഫർ ചെയ്യുന്നത്. ഈ മീഡിയ എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? റീലയബിൾ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ അകത്തുള്ള റീലയബിൾ കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. ഇവിടെ 3 മേജർ ടൈപ്സ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോആക്സിയൽ കേബിൾ ആൻഡ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് പറയുന്നത് ഇവിടെ 2 ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് ഉണ്ടാവും വിച്ച് ഇസ് ട്വിസ്റ്റഡ് അറൌണ്ട് ഈച്ച് അതർ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്വിസ്റ്റിംഗ് ചെയ്തേക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ് അഥവാ EMI, എക്സ്റ്റേണൽ സോഴ്സിന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ് റിഡ്യൂസ് ചെയ്തിട്ട് എഡ്ജസന്റ് പെയർ തമ്മിലുള്ള ക്രോസ് ടോക്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ടൈപ്സ് UTP, ഇത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ്. ഓക്കെ, ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള ഷീൽഡിംഗ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, UTP എന്ന് പറയുന്നത് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ്. ഇവിടെ അഡീഷണൽ ഷീൽഡിംഗ് ഒന്നും തന്നെ ഇല്ല. ചീപ്പറും ആണ്. അതേപോലെ തന്നെ ലാൻസിലാണ് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചീപ്പറും ആണ്, വൈഡ്ലി യൂസ്ഡ് ഇൻ ലാൻസ്. ഫോർ എക്സാമ്പിൾ Cat5, Cat6 cables are used for Ethernet connection. Next STP, that is shielded twisted pair. ഇതിന് എക്സ്ട്രാ ഒരു ലെയറും കൂടി ഉണ്ടാവും. ഓക്കെ, ഈ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് ഷീൽഡിങ്ങും കൂടി ഉണ്ടാവും. ദാറ്റ് ഇസ് ഫോയിലും ആവാം അല്ലെങ്കിൽ ബ്രേഡഡ് ഷീൽഡും ആവാം. ഇത് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഹെവി ഇന്റർഫേസ്. ഓക്കെ, ഇന്റർഫറൻസ്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഹെവി ഇന്റർഫറൻസ്. ഇത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്. ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഹൈ ഇന്റർഫറൻസ് എൻവയൺമെന്റിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതർനെറ്റ്, മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ, എന്തിനു വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഇതർനെറ്റ് ലാൻസില്, ടെലി കമ്മ്യൂണിക്കേഷൻ ലൈൻസിലും. നെക്സ്റ്റ് കോആക്സിയൽ കേബിൾ, സെൻട്രൽ കോപ്പർ കണ്ടക്ടർ, ഇൻസുലേറ്റിംഗ് ഡൈ ഇലക്ട്രിക് ലെയർ, മെറ്റാലിക് ഷീൽഡ്, ബ്രേഡഡോ ആവാം അല്ലെങ്കിൽ ഫോയിലും ആവാം, ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ. അഡ്വാൻറ്റേജസ്, ഇത് ബെറ്റർ ഷീൽഡിങ്, അതായത് ട്വിസ്റ്റഡ് പെയർ കേബിളിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെറ്റർ ഷീൽഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹയർ ബാൻഡ് വിഡ്ത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പണ്ടത്തെ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലും, ഫോർ എക്സാമ്പിൾ ബസ് ടോപ്പോളജി, ഇതർനെറ്റിലൊക്കെയാണ്. സ്റ്റിൽ ഇത് കേബിൾ TVയിലും ബ്രോഡ്ബാൻഡ് കണക്ഷനിലും CCTV സിസ്റ്റത്തിനകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
നെക്സ്റ്റ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഇതിന്റെ കോറ് ഗ്ലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ കൊണ്ടോ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നത്. ഇവിടെ ലൈറ്റ് ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലാഡിങ് എന്തിനു വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്? അതിന്റെ കോറിലോട്ടേക്ക് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, തിരിച്ച് റിഫ്ലക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ക്ലാഡിങ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങും ഔട്ടർ ജാക്കറ്റും ഉണ്ടാവും. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഡേറ്റാസിന് പൾസസ് ഓഫ് ലൈറ്റ്, അതായത് ഒരു ഇലക്ട്രിക് സിഗ്നലിന് പകരം ഡേറ്റാസ് പൾസസ് ഓഫ് ലൈറ്റ് ആയിട്ടായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. അഡ്വാൻറ്റേജസ് പറഞ്ഞു, ഇത് എക്സ്ട്രീംലി ഹൈ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ആണ്. ഇത് ക്യാൻ ട്രാൻസ്മിറ്റ് ഓവർ ലോങ് ഡിസ്റ്റൻസ്, അതായത് യാതൊരു രീതിയിലുള്ള ലോസും ഇല്ലാതെ, സിഗ്നൽ ലോസും ഇല്ലാതെ തന്നെ വളരെ വലിയ ഡിസ്റ്റൻസിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇമ്മ്യൂൺ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇന്റർനെറ്റ് ബാക്ക്ബോൺ നെറ്റ്വർക്സിൽ, സബ്മെറൈൻ കേബിൾസ് കണക്ടിങ് കൺട്രീസ്, ISPs ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിൽ, അതുപോലെ തന്നെ എന്റർപ്രൈസ് ലെവൽ നെറ്റ്വർക്സിലൊക്കെയാണ്. Now let's discuss about the advantages of wired networking. Okay, advantages of wired networking. ഇത് വളരെ ഹൈ സ്പീഡ് ആണ്. ഓക്കെ, അതായത് ഈ വയേർഡ് നെറ്റ്വർക്ക്, എസ്പെഷ്യലി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് യൂസ് ചെയ്യുന്ന വയേർഡ് നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അത് വളരെ ഹൈ ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ്, അതായത് വളരെ നല്ല രീതിയിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വയേർഡ് നെറ്റ്വർക്ക്, അതായത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്ന ആ ഒരു വയേർഡ് നെറ്റ്വർക്ക് വളരെ നല്ല രീതിയിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഫൈബർ കണക്ഷൻസിന് ഗിഗാബൈറ്റ് പെർ സെക്കൻഡ് തൊട്ടിട്ട് ടെറാബൈറ്റ് പെർ സെക്കൻഡ് വരെ എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതെന്ന് പറയുന്നത് മോസ്റ്റ് വയർലെസ് നെറ്റ്വർക്കിനേക്കാളും മച്ച് ഫാസ്റ്റർ ആണ് നമുക്ക് പറയാം. ഓക്കെ, സോ വെരി ഹൈ സ്പീഡ് ആണ്. നെക്സ്റ്റ്, മോർ റിലയബിൾ ആൻഡ് സെക്യൂർ ആണ്. മോർ റിലയബിൾ ആൻഡ് സെക്യൂർ, സിൻസ് ഈ ഒരു ഡേറ്റ ട്രാവൽ ത്രൂ ഫിസിക്കൽ കേബിൾസ്, സിൻസ് ഡേറ്റ ട്രാവൽ ചെയ്യുന്നത് ഫിസിക്കൽ കേബിൾസിലൂടെ ആണെന്നുണ്ടെങ്കിലും കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ ഡേറ്റ ട്രാവൽ ചെയ്യുന്നത് ഫിസിക്കൽ കേബിളിലൂടെ ആയതുകൊണ്ട് തന്നെ കണക്ഷൻസ് വളരെ സ്റ്റേബിൾ ആണ്. ഓക്കെ, കണക്ഷൻസ് മോർ സ്റ്റേബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഇന്റർപ്രിട്ടേഷൻസ്, ലെസ് റിസ്ക് ഓഫ് ഇന്ററപ്ഷൻസ്, അതായത് ഇന്ററപ്ഷൻസ് വരാനുള്ള റിസ്ക് വളരെ കുറവാണ്. ഈ വയർലെസ് സിഗ്നൽസ് ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ററപ്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഈസ് ഹയർ. സെക്യൂരിറ്റി എന്താണ്? ഹയർ ആണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് സെക്യൂരിറ്റി ഹയർ ആവുന്നത്? അറ്റാക്കേഴ്സിന് ഫിസിക്കൽ ആക്സസ് ടു ദ കേബിൾ ടു ഇന്ററപ്റ്റ് ഡേറ്റ, അതായത് ഒരു ഡേറ്റ ഇന്റർസെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് അറ്റാക്കേഴ്സിന് ഡേറ്റ ഇന്റർപ്രിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആ ഒരു കേബിളുമായിട്ടുള്ള ഫിസിക്കൽ ആക്സസ് വേണം. ഓക്കെ, സോ ഡേറ്റ ട്രാവൽ ചെയ്യുന്നത് ഫിസിക്കൽ കേബിളിലൂടെ ആയിരിക്കും. ആ കണക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ സ്റ്റേബിൾ ആണ്. ഇന്ററപ്ഷൻസ് വരാനുള്ള ആ ഒരു റിസ്ക് ഓഫ് ഇന്ററപ്ഷൻസ് വളരെ കുറവാണ് വയർലെസ് സിഗ്നൽ കമ്പയർ ചെയ്യുന്ന സമയത്ത്. സെക്യൂരിറ്റിയും ഹയർ ആണ്. അറ്റാക്കേഴ്സിന് ആ ഒരു ഡേറ്റ ഇന്റർസെപ്റ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്സസ് വേണം. ഓക്കെ, കേബിളിന്. നെക്സ്റ്റ്, ലെസ് പ്രോൺ ടു ഇന്റർഫിയറൻസ്. ഈ ഒരു വയർലെസ് സിഗ്നൽസ് നമുക്ക് ഇപ്പോൾ വോൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലെങ്കിൽ വെതർ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു വയർലെസ് സിഗ്നൽസ് ഈ ഒരു വാൾസ്, ഇലക്ട്രോണിക് ഡിവൈസസ്, വെതർ ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ വയേർഡ് നെറ്റ്വർക്ക്സ്, എസ്പെഷ്യലി ഈ ഒപ്റ്റിക്കൽ ഫൈബർ പോലെയുള്ള വയേർഡ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസിന് ഇമ്മ്യൂൺ ആണ്. ഓക്കെ, ഇമ്മ്യൂൺ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ് ആണ്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉറപ്പ് തരുന്നുണ്ട്. ഓക്കെ, സോ വയർലെസ് സിഗ്നൽസ് വാൾസ്, ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ വെതറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. വയേർഡ് നെറ്റ്വർക്ക്സ്, എസ്പെഷ്യലി ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഒക്കെ ഇമ്മ്യൂൺ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫേസ് ആയതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉറപ്പ് വരുത്തുന്നുണ്ട്. നെക്സ്റ്റ്, disadvantages of wired networking. Okay, disadvantages of wired networking. First, lack of mobility. ഈ ഡിവൈസസ്
ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് ഒന്ന് റീകോൾ ചെയ്തെടുക്കാം. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് വയേർഡ് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. വെരി ഹൈ സ്പീഡാണെന്ന് പറഞ്ഞു. അതായത് ഈ വയേർഡ് നെറ്റ്വർക്ക് എസ്പെഷ്യലി ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്ന വയേർഡ് നെറ്റ്വർക്കിംഗ് വളരെ നല്ല രീതിയിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഫൈബർ കണക്ഷൻസ് ഗിഗാബൈറ്റ് പെർ സെക്കൻഡ്, ടെറാബൈറ്റ് പെർ സെക്കൻഡ് സ്പീഡ്, ഓക്കെ, അത്രയും സ്പീഡ് വരെ എത്താനായിട്ട് പറ്റും. ഇത് ഫാസ്റ്റർ ആണ്. അതായത് ഈ വയർലെസ് നെറ്റ്വർക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഫാസ്റ്റർ ആണ്. നെക്സ്റ്റ്, മോർ റിലയബിൾ ആൻഡ് സെക്യൂർ ആണ്. സിൻസ് ഈ ഒരു ഡേറ്റ ട്രാവൽ ചെയ്യുന്നത് ഫിസിക്കൽ കേബിളിലൂടെയാണെന്നുണ്ടെങ്കിലും കണക്ഷൻസ് എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇവിടെ ലെസ് റിസ്ക് ഓഫ് ഇൻട്രപ്ഷൻസ് ആണ്. അതായത് ഈ വയർലെസ് സിഗ്നലിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് റിസ്ക് ഓഫ് ഇൻട്രപ്ഷൻസ് ആണ്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് അറ്റാക്കേഴ്സ്, അതായത് ഈ സെക്യൂരിറ്റി ഹയർ ആണ്. കാരണം അറ്റാക്കേഴ്സിന് ഒരു ഡേറ്റ ഇന്റർസെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ആക്സസ് വേണ്ടിവരും. കേബിളുമായിട്ട് ഫിസിക്കൽ ആക്സസ് വേണ്ടി വരുന്നുണ്ട്. നെക്സ്റ്റ്, ലെസ് പ്രോൺ ടു ഇന്റർഫറൻസ് ആണ്. വയർലെസ് സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വയർലെസ് സിഗ്നൽസ് നമ്മൾ വോൾസിനാ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസിനാ അല്ലെങ്കിൽ വെതറിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വയേർഡ് നെറ്റ്വർക്ക് എസ്പെഷ്യലി ഈ ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഒക്കെ ഇമ്മ്യൂൺ ടു ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ആണ്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് എൻഷുർ ചെയ്യുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് വയേർഡ് നെറ്റ്വർക്കിംഗ്, ലാക്ക് ഓഫ് മൊബിലിറ്റി. ഈ ഡിവൈസസ് ഫിസിക്കലി, അതായത് ഈ ഡിവൈസസ് എന്ത് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യണം, ഫിസിക്കലി കണക്റ്റഡ് ടു കേബിൾസ് ആയിരിക്കണം, റൈറ്റ്? അതായത് ഡിവൈസ് മസ്റ്റ് റിമെയിൻ ഫിസിക്കലി കണക്റ്റഡ് ടു കേബിൾസ്. ആ ഒരു കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നുണ്ട്, ആ ഒരു കണക്ഷൻ നഷ്ടമാവുന്നുണ്ട്. അതായത് ആ ഒരു കേബിളിന്റെ അകത്ത് എന്തെങ്കിലും ആ കേബിൾ വിട്ട് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ നമുക്ക് നഷ്ടമാവും. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ഡിവൈസിനെയോ നമുക്ക് മൂവ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് മാത്രമേ പറ്റുള്ളൂ, അതിനെ അൺപ്ലഗ് ചെയ്തിട്ട് പിന്നീട് റീകണക്ട് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് വഴി വയേർഡ് നെറ്റ്വർക്കിംഗ് ലെസ് ഫ്ലെക്സിബിൾ, അതായത് വൈഫൈ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലെസ് ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്. ഓക്കെ, സോ ലാക്ക് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഡിവൈസസ് ഫിസിക്കലി കണക്റ്റഡ് ആയിട്ട്, അതായത് കേബിളുമായിട്ട് ഫിസിക്കലി കണക്റ്റഡ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യേണ്ടതുണ്ട്. ഒരു കമ്പ്യൂട്ടർ മൂവ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡിവൈസ് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അൺപ്ലഗ് ചെയ്തിട്ട് റീകണക്ട് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത് വയേർഡ് നെറ്റ്വർക്ക് ലെസ് ഫ്ലെക്സിബിൾ ആക്കുന്നുണ്ട് നമ്മൾ വൈഫൈ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. നെക്സ്റ്റ്, എക്സ്പെൻസീവ് ആണ്. അതായത് ഇൻസ്റ്റാളേഷൻ ഇൻ ലാർജ് ഏരിയ, എക്സ്പെൻസീവ് ഇൻസ്റ്റാളേഷൻ ഇൻ ലാർജ് ഏരിയ, വലിയ ഏരിയാസിലൊക്കെ ആണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആണ്. അതായത് ലേയിങ് കേബിൾ അക്രോസ് എ ബിൽഡിംഗ് ഓർ ക്യാമ്പസ്, ഓക്കെ, ലേയിങ് കേബിൾസ് അക്രോസ് എ ബിൽഡിംഗ് ഓർ ക്യാമ്പസ് റിക്വയർസ് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്. ഓക്കെ, ലേയിങ് കേബിൾ അക്രോസ് എ ബിൽഡിംഗ് ഓർ ക്യാമ്പസ്, ഓക്കെ, ലേയിങ് കേബിൾ അക്രോസ് ബിൽഡിംഗ് ഓർ ക്യാമ്പസ് റിക്വയർസ് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്. ഈ കേബിൾസ്, സ്വിച്ചസ്, ലേബേഴ്സ് ഒക്കെ, ഓക്കെ, സോ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിലോ മുഴുവനായിട്ട് നമുക്ക് ഇതെന്ത് വേണം, ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് വേണം. അതായത് വലിയ ഏരിയ ആവുന്നതിനനുസരിച്ച് കോസ്റ്റും എന്താവുന്നുണ്ട്, ഈ ഒരു ഫിസിക്കൽ കേബിളിന് നമുക്ക് കോസ്റ്റ് ആവുന്നുണ്ട്, റൈറ്റ്? അപ്പൊ ഈ മെയിൻ്റെനൻസും അപ്ഗ്രേഡ്സും എല്ലാം തന്നെ നമ്മളിപ്പോൾ വയർലെസ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ എക്സ്പെൻസീവ് ആണ്. സോ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് മൊബിലിറ്റിയും എക്സ്പെൻസീവ് ഇൻസ്റ്റാളേഷൻ ഇൻ ലാർജ് ഏരിയ ആണ്. ലാക്ക് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് ഡിവൈസ് എന്തായാലും ഫിസിക്കലി കേബിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ഡിവൈസോ നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫിസിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള കേബിൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസ് നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അൺപ്ലഗ് ചെയ്തിട്ട് റീകണക്ട് ചെയ്യാന്നുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് ഇത് എന്താക്കുന്നുണ്ട്, വയേർഡ് നെറ്റ്വർക്കിങ്ങിനെ ഫ്ലെക്സിബിൾ, അതായത് ഫ്ലെക്സിബിൾ ആക്കുന്നത് കുറക്കുന്നുണ്ട് വൈഫൈ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് സമയത്ത്. നെക്സ്റ്റ്, എക്സ്പെൻസീവ് ഇൻസ്റ്റാളേഷൻ ഇൻ ലാർജ് ഏരിയാസ്. ഈ കേബിൾസ് ബിൽഡിംഗിലോ അല്ലെങ്കിൽ ക്യാമ്പസിലോ, അതായത് ലേയിങ് കേബിൾ അക്രോസ് എ ബിൽഡിംഗ് ഓർ ക്യാമ്പസ് റിക്വയർസ് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്, കേബിൾ സ്വിച്ചസ് ലേബർ. ഓക്കെ, ഇത് മെയിൻ്റെനൻസിനും അപ്ഗ്രേഡ്സിനും, ഓക്കെ, എന്തെങ്കിലും മെയിൻ്റെനൻസോ അല്ലെങ്കിൽ അപ്ഗ്രേഡ്സോ ചെയ്യണം എന്നുണ്ടെങ്കിൽ വയർലെസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ എക്സ്പെൻസീവ് ആണ്.
നെക്സ്റ്റ് ടോപ്പിക് ഇസ് വയർലെസ് നെറ്റ്വർക്കിംഗ്. ഇതൊരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് ആണ്. ഇത് ഇത് നമ്മുടെ അതായത് ദിസ് allow you to use your smartphones, ലാപ്ടോപ്സ് അല്ലെങ്കിൽ ടേബ്ലറ്റ്സ് വിത്തൗട്ട് പ്ലഗിങ് ഇൻ എ കേബിൾ. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് ആണ്. ഓക്കെ, ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ്. ഇത് എന്ത് അനുവദിക്കുന്നുണ്ട്? നമ്മളെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്സും സ്മാർട്ട് ഫോൺസും ടാബ്ലറ്റ്സും ഒക്കെ കേബിളുമായിട്ട് പ്ലഗ് ഇൻ ചെയ്യാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. നെക്സ്റ്റ്, വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്, ഓക്കെ, ഇന്നത്തെ ലൈഫിൽ, ഇന്നത്തെ ഡെയിലി ലൈഫിൽ വളരെ പോപ്പുലർ ആയിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ? ഇത് മൊബിലിറ്റിയും കൺവീനിയൻസും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ഡെയിലി ലൈഫിൽ വളരെ പോപ്പുലർ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇത് മൊബിലിറ്റിയും കൺവീനിയൻസും ഫ്ലെക്സിബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വയർലെസ് നെറ്റ്വർക്കിംഗ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓക്കെ, എങ്ങനെ നമുക്കൊരു വയർലെസ് നെറ്റ്വർക്കിംഗിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും? ഒരു നെറ്റ്വർക്ക് അത് റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് സിഗ്നൽസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് ഒക്കെ ഒരു ഫിസിക്കൽ കേബിൾ, അതായത് ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കേബിളിന് പകരം ഒരു നെറ്റ്വർക്ക് റേഡിയോ വേവ്സും ഇൻഫ്രാറെഡ് സിഗ്നൽസും സാറ്റലൈറ്റ്സും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്ക് റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് സിഗ്നൽസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഡിവൈസിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫിസിക്കൽ കേബിളിന് പകരം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ then we call it as wireless networking. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എയറിലൂടെ ആയിരിക്കും. ഓക്കെ, അതിന് യാതൊരു രീതിയിലുള്ള വയേർഡ് ആയിട്ടുള്ള കണക്ഷന്റെയും ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ വയർലെസ് നെറ്റ്വർക്കിംഗ്, ഈ ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിംഗ് നമ്മളെ സ്മാർട്ട് ഫോൺസും ലാപ്ടോപ്സും ടാബ്ലറ്റ്സും പ്ലഗ് ഇൻ ചെയ്യാതെ തന്നെ, കേബിളുമായിട്ട് പ്ലഗ് ഇൻ ചെയ്യാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ഡെയിലി ലൈഫിൽ വളരെ പോപ്പുലർ ആയി വന്നിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത് ഇത് മൊബിലിറ്റി, കൺവീനിയൻസ്, ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഒരു ഫിസിക്കൽ കേബിളുമായിട്ട്, അതായത് ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ കേബിൾ യൂസ് ചെയ്യുന്നതിന് പകരം റേഡിയോ വേവ്സും ഇൻഫ്രാറെഡ് സിഗ്നൽസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതിനെയാണ് നമ്മൾ വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റാസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ ദ എയർ ആയിരിക്കും, വിത്തൗട്ട് ദ നീഡ് ഓഫ് വയേർഡ് കണക്ഷൻസ്. ഇനി നമ്മൾ വയേർഡ് കണക്ഷൻസ് പറഞ്ഞതുപോലെ തന്നെ വയർലെസ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാലും പല ടൈപ്സ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയർലെസ് കണക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് വൈഫൈ എന്നുള്ളത്. റൈറ്റ്, എന്താ ഈ വൈഫൈ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് വയർലെസ് ലാൻ ആണ്. ഓക്കെ, വൈഫൈ എന്ന് പറയുന്നത് വയർലെസ് ലാൻ ആണ്, ദാറ്റ് ഈസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. റൈറ്റ്, അപ്പോൾ വൈഫൈ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ഫോം ഓഫ് വയർലെസ് നെറ്റ്വർക്കിംഗ് ആണ്. ഓക്കെ, ഏറ്റവും കോമൺ ആയിട്ടുള്ള വയർലെസ് നെറ്റ്വർക്കിംഗിന്റെ ഒരു ഫോം ആണ് വൈഫൈ എന്ന് പറയുന്നത്. ഇത് ഡിവൈസുകൾ, അതായത് ഈ ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ് ഒക്കെ ഒരു ലിമിറ്റഡ് ഏരിയയുടെ ഉള്ളിൽ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതായത് ഈ ലിമിറ്റഡ് ഏരിയയുടെ ഉള്ളിൽ വെച്ചിട്ട് ലാപ്ടോപ്സിനെയും സ്മാർട്ട് ഫോൺസിനെയും ടാബ്ലറ്റ്സിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വരുന്നത് ടിപ്പിക്കലി 30 തൊട്ടിട്ട് 100 മീറ്റേഴ്സ് വരെയാണ്. ഓക്കെ, അതായത് റൗട്ടർ ആൻഡ് എൻവയൺമെന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഓക്കെ, സോ വൈഫൈ എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള വയർലെസ് നെറ്റ്വർക്കിംഗിന്റെ ഫോം ആണ്. ഇത് ഡിവൈസുകളാ, ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ് ഒക്കെ പോലെയുള്ള ഡിവൈസുകളാ ആ ഒരു ലിമിറ്റഡ് ഏരിയയുടെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. ടിപ്പിക്കലി 30 തൊട്ടിട്ട് 100 മീറ്റേഴ്സ് വരെയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ റൗട്ടർ ആൻഡ് എൻവയൺമെന്റ്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വൈഫൈ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇന്റർനെറ്റ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അതുപോലെ തന്നെ എംപ്ലോയി കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാമ്പസ് വൈഡ് ഇന്റർനെറ്റ് ആക്സസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീസിലും കോളേജസിലും യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ട്സിൽ, കഫേസിൽ, ഹോട്ടൽസ് ഒക്കെ, പബ്ലിക് പ്ലേസസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പിന്
കോളേജ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാണെന്ന് വിചാരിക്കുക വിത്തൗട്ട് യൂസിങ് കേബിൾസ്. ഓക്കെ, അതായത് നമ്മളിപ്പം നമ്മുടെ ലാപ്ടോപ്പ് വയേർഡ് ആയിട്ടുള്ള കണക്ഷൻ ടോപ്പ് കോളേജ് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാന്ന് വിചാരിക്കുക, കേബിളിന്റെ ഒന്നും സഹായം ഇല്ലാതെ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മൾ അവിടെ വയർലെസ് ലാൻ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, റൈറ്റ്? നെക്സ്റ്റ് ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ഉള്ള വയർലെസ് ടെക്നോളജിയാണ്. ഓക്കെ, ഷോർട്ട് റേഞ്ച് വയർലെസ് ടെക്നോളജിയാണ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് പേഴ്സണൽ ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വയർലെസ് കണക്ഷൻ എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് ആണ്. ഇതൊരു ഷോർട്ട് റേഞ്ച് ചെറിയൊരു റേഞ്ചിൽ മാത്രമേ ഇത് നമുക്ക് കിട്ടുള്ളൂ. അതായത് അടുത്തടുത്തുള്ള രണ്ട് പേഴ്സണൽ ഡിവൈസുകൾ തമ്മിൽ വയർലെസ് ടെക്നോളജി, അതായത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് ടെക്നോളജിയാണ് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത്. ഇവിടെ അപ് ടു 10 മീറ്റേഴ്സ് വരെ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ നോർമലി ബ്ലൂടൂത്തിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ്. ഹെഡ്സെറ്റില് അതുപോലെ തന്നെ സ്പീക്കേഴ്സ് ഉണ്ട്, ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. സ്മാർട്ട് വാച്ചസ്, കീബോർഡ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലൂടൂത്ത് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അതുപോലെ തന്നെ ഈ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ മൊബൈൽ ഫോണുകൾ തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ IoT, ദാറ്റ് ഇസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഡിവൈസസ്, IoT ഡിവൈസസ് ലൈക്ക് സ്മാർട്ട് ബൾബ്സ്, ഫിറ്റ്നസ് ട്രാക്കേഴ്സിലൊക്കെ ബ്ലൂടൂത്ത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഫോണ് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് ക്ലാസ്സിൽ കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതെന്താ? ബ്ലൂടൂത്ത് നെറ്റ്വർക്കിംഗ് ആണ്. ഓക്കെ, സോ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് എന്താ? ഒരു ഷോർട്ട് റേഞ്ചിൽ വരുന്ന വയർലെസ് ടെക്നോളജിയാണ്. രണ്ട് പേഴ്സണൽ ഡിവൈസസ് തമ്മിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ് ടു 10 മീറ്റേഴ്സ് വരെയാണ് അതിന്റെ റേഞ്ച്. യൂസസ് എന്ന് പറയുന്നത് ഹെഡ്സെറ്റ്, സ്പീക്കേഴ്സ്, സ്മാർട്ട് വാച്ചസ്, കീബോർഡിലൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ മൊബൈൽ ഫോണുകൾ തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് IoT ഡിവൈസസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് മൊബൈൽ നെറ്റ്വർക്കിംഗ്. ഇതൊരു വൈഡ് ഏരിയ വയർലെസ് നെറ്റ്വർക്ക്സ് ആണ് പ്രൊവൈഡഡ് ബൈ ടെലികോം ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, ഇത് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വൈഡ് ഏരിയ വയർലെസ് നെറ്റ്വർക്ക്സ് ആണ്. ഓക്കെ, പ്രൊവൈഡഡ് ബൈ ടെലികോം ഓപ്പറേറ്റേഴ്സ്. ജനറേഷൻസ്, ഇവിടെ ഒരുപാട് ജനറേഷൻസ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് 2G കുറിച്ചിട്ടും 3G കുറിച്ചിട്ട് 4G കുറിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് യൂസ് ചെയ്യുന്ന 5G വരെ നമുക്കറിയാം. ദാറ്റ്സ് ഓൾ. ഇതൊക്കെ എന്താ? ജനറേഷൻസ് ആണ്, റൈറ്റ്? സോ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ വയർലെസ് നെറ്റ്വർക്ക്സ് ആണ്. ഇത് ടെലികോം ഓപ്പറേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജനറേഷൻസ് 3G എന്ന് പറയുന്നത് ബേസിക് മൊബൈൽ ഡേറ്റ ആൻഡ് വീഡിയോ കോളിംഗ് ആണ്. ഓക്കെ, 3G എന്താണ്? ബേസിക് മൊബൈൽ ഡേറ്റ ആൻഡ് വീഡിയോ കോളിംഗ്. 4G ഹൈ സ്പീഡ് ഇന്റർനെറ്റ്. ഓക്കെ, ഹൈ സ്പീഡ് ഇന്റർനെറ്റ് HD വീഡിയോ സ്ട്രീമിംഗ്. 4G എന്ന് പറയുന്നത് എന്താ? ഹൈ സ്പീഡ് ഇന്റർനെറ്റ് HD വീഡിയോ സ്ട്രീമിംഗ്. 5G എക്സ്ട്രീംലി ഹൈ സ്പീഡ് ആണ്, അൾട്രാ ലോ ലേറ്റൻസി. ഇത് ടെക്നോളജീസ് ആയിട്ടുള്ള IoTനെയും ഡ്രൈവർലെസ് കാർസിനും വേണ്ടിയിട്ട്. ഓക്കെ, സപ്പോർട്ട് ടെക്നോളജീസ് ലൈക്ക് IoT ആൻഡ് ഡ്രൈവർലെസ് കാർസ്. ഓക്കെ, സോ മൊബൈൽ നെറ്റ്വർക്ക്സ് വൈഡ് ഏരിയ വയർലെസ് നെറ്റ്വർക്ക്സ് ടെലികോം ഓപ്പറേറ്റേഴ്സിന് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ജനറേഷൻസ് പറഞ്ഞു 3G 4G 5G. 3G എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബേസിക് ആയിട്ടുള്ള മൊബൈൽ ഡേറ്റ വീഡിയോ കോളിംഗ് ഒക്കെ വേണ്ടിയിട്ട്. 4G ഹൈ സ്പീഡ് ആയിട്ടുള്ള ഇന്റർനെറ്റ് ആണ്, HD വീഡിയോ സ്ട്രീമിങ്ങും. 5G എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹൈ സ്പീഡ് ആണ്, അൾട്രാ ലോ ലേറ്റൻസി ടെക്നോളജീസ് ആയിട്ടുള്ള IoT ഡ്രൈവർലെസ് കാർസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് യൂസേഴ്സ്, ഇന്റർനെറ്റ് ബ്രൗസിങ്, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസിന് വേണ്ടിയിട്ട്, വീഡിയോ കോൺഫറൻസസിന് വേണ്ടിയിട്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഡേറ്റ നമ്മൾ സ്മാർട്ട് ഫോൺസിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്തു? ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ യൂസിങ് 4G അല്ലെങ്കിൽ 5G യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ അവിടെ ഒരു മൊബൈൽ നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, റൈറ്റ്? സോ ഇതാണ്. സോ മൊബൈൽ നെറ്റ്വർക്ക് പറഞ്ഞു. നെക്സ്റ്റ് സാറ്റലൈറ്റ് നെറ്റ്വർക്ക്. ഓക്കെ, സാറ്റലൈറ്റ് നെറ്റ്വർക്ക്. ഇവിടെ സാറ്റലൈറ്റ്സ്
എന്താ ചെയ്യുന്നത്, അതായത് ഈ യൂസസ് സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് ദ എർത്ത്. ഓക്കെ, യൂസസ് സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് ദ എർത്ത് ടു പ്രൊവൈഡ് കണക്ടിവിറ്റി. യൂസസ് സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് ദ എർത്ത്, എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിനെ യൂസ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ യൂസ് കേസ് എന്ന് പറയുന്നത് റൂറലും റിമോട്ട് അല്ലെങ്കിൽ ഇൻആക്സസിബിൾ ഏരിയാസിൽ ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഇൻ റൂറൽ, റിമോട്ട് ഓർ ഇൻആക്സസിബിൾ ഏരിയാസ് വേർ അതർ നെറ്റ്വർക്ക് ഫെയിൽസ്, അതായത് മറ്റുള്ള നെറ്റ്വർക്ക് ഫെയിൽ ചെയ്യുന്ന സമയത്താണ് ഇത് കുറച്ചുകൂടെ ഉപകാരമാകുന്നത്. അതായത് ഈ റൂറലും റിമോട്ട് അല്ലെങ്കിൽ ഇൻആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, മറ്റുള്ള നെറ്റ്വർക്ക്സ് ഫെയിൽ ആവുന്ന കേസസ്, അവിടെയാണ് ഈ സാറ്റലൈറ്റ് നെറ്റ്വർക്ക്സ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, റൈറ്റ്. GPS, cars, navigation in cars and smartphones. Okay, navigation in cars and smartphones. വെതർ മോണിറ്ററിംഗ് സാറ്റലൈറ്റ്സ്, നമ്മളിപ്പോൾ റെയിൻഫോളും അതുപോലെ തന്നെ സ്ട്രോംസ്, സൈക്ലോൺ ഒക്കെ ഈ കാലാവസ്ഥ നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് അതൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് എ വെതർ മോണിറ്ററിംഗ് സാറ്റലൈറ്റ്. നെക്സ്റ്റ്, സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ്, ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ഇന്റർനെറ്റ് സർവീസസ് ഗ്ലോബൽ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ഇന്റർനെറ്റ് സർവീസ് ഗ്ലോബൽ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫോണിൻ്റെ കണക്ഷൻ എന്ത് ചെയ്തു, യുവർ ഫോൺ കണക്റ്റഡ് ടു, എൻ്റെ ഫോണ് സാറ്റലൈറ്റ് GPS സിഗ്നലിന് വേണ്ടിയിട്ട് സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തു. ദാറ്റ് ഈസ് എ സാറ്റലൈറ്റ് നെറ്റ്വർക്കിംഗ്. ഓക്കെ, സോ സാറ്റലൈറ്റ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഈ എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിനെ യൂസ് ചെയ്തിട്ട് കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സ്പെഷ്യൽ യൂസ് കേസ് എന്ന് പറയുന്നത് ഇത് ഈ കണക്ഷൻസ് ഫെയിൽ ആവുന്ന ഈ റൂറലും റിമോട്ടും അല്ലെങ്കിൽ ഇൻആക്സസിബിൾ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടാവും, അതായത് മറ്റുള്ള നെറ്റ്വർക്ക്സ് ഒക്കെ ഫെയിൽ ആവുന്ന കേസസിലാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. GPS, ഗ്ലോബൽ പൊസിഷനിങ് നെറ്റ്വർക്ക്, നാവിഗേഷൻ ഇൻ കാർ ആൻഡ് സ്മാർട്ട് ഫോൺസ്, വെതർ മോണിറ്ററിംഗ് സാറ്റലൈറ്റില് ഇതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാലാവസ്ഥ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ഇന്റർനെറ്റ് സർവീസസ് ഗ്ലോബൽ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് വയർലെസ് നെറ്റ്വർക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തു. വൈഫൈ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈഫൈ അഥവാ വയർലെസ് ലാൻ ആണ്. ഈ വൈഫൈ എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ള, അതായത് കോമൺ ഫോം ഓഫ് വയർലെസ് നെറ്റ്വർക്കിംഗ് ആണ്. ഇത് ഡിവൈസിന് ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സും ആയിട്ട് ഒരു ലിമിറ്റഡ് ഏരിയൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ടിപ്പിക്കലി 30 തൊട്ടിട്ട് 100 മീറ്റേഴ്സ് വരെയാണ് ഇത് റേഞ്ച് ചെയ്യുന്നത്, അതായത് അതിൻ്റെ റൗട്ടറും എൻവയൺമെൻറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ട്. യൂസസ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയി കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ, ക്യാമ്പസ് വൈഡ് ഇന്റർനെറ്റ് ആക്സസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസിൽ, പബ്ലിക് പ്ലേസ് ആയിട്ടുള്ള എയർപോർട്ട്, കഫേ, ഹോട്ടൽസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബ്ലൂടൂത്ത്. ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള വയർലെസ് ടെക്നോളജിയാണ്. ഇത് പേഴ്സണൽ ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അപ് ടു 30 മീറ്റേഴ്സ് ആണ്. ഓക്കെ, യൂസസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഹെഡ്സെറ്റ്, സ്പീക്കർ, സ്മാർട്ട് വാച്ചസ്, കീബോർഡ് ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡേറ്റ ട്രാൻസ്ഫർ, അതായത് മൊബൈൽ ഫോൺ തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, മൊബൈൽ ഫോണിലൂടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT ഡിവൈസസ്, അതായത് ഈ സ്മാർട്ട് ബൾബ്സ്, ഫിറ്റ്നസ് ട്രാക്കേഴ്സിലൊക്കെ നമ്മൾ, അതുപോലെ തന്നെ ഫോണ് ബ്ലൂടൂത്ത് സ്പീക്കറുമായിട്ട് ക്ലാസ്സിൽ കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് എ ബ്ലൂടൂത്ത് നെറ്റ്വർക്കിംഗ്. നെക്സ്റ്റ്, മൊബൈൽ നെറ്റ്വർക്ക്സ്. ഇതൊരു വൈഡ് ഏരിയ വയർലെസ് നെറ്റ്വർക്ക്സ് ആണ്. ടെലികോം ഓപ്പറേറ്റേഴ്സ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, വൈഡ് ഏരിയ വയർലെസ് നെറ്റ്വർക്ക്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ടെലികോം ഓപ്പറേറ്റേഴ്സ് ആണ്. ജനറേഷൻസ് എന്ന് പറയുന്നത് 3G, 4G, 5G. 3G എന്താ, ബേസിക് ആയിട്ടുള്ള മൊബൈൽ ഡേറ്റ ആൻഡ് വീഡിയോ കോളിംഗ് ആണ് വേണ്ടിയിട്ട്. 4G ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആണ്, HD വീഡിയോ സ്ട്രീമിംഗ്. എക്സ്ട്രീംലി 5G എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹൈ സ്പീഡ് ആണ്, അൾട്രാ ലോ ലാറ്റൻസി. ഇത് ടെക്നോളജീസ് ആയിട്ടുള്ള IoTയും ഡ്രൈവർലെസ് കാർസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇന്റർനെറ്റ് ബ്രൗസിംഗില്, ഓൺലൈൻ ക്ലാസ്സസില്, വീഡിയോ കോൺഫറൻസിങ്ങിന്, മൊബൈൽ ആപ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് സാറ്റലൈറ്റ് നെറ്റ്വർക്കിംഗ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ യൂസസ് സാറ്റലൈറ്റ്സ് ഓർബിറ്റിംഗ് ദ എർത്ത് ടു പ്രൊവൈഡ് കണക്ടിവിറ്റി. ഓക്കെ, എസ്പെഷ്യലി ഇത് ഈ മറ്റുള്ള നെറ്റ്വർക്ക്സ് ഫെയിൽ ആവുന്ന റൂറലും റിമോട്ട് അല്ലെങ്കിൽ ഇൻആക്സസിബിൾ ഏരിയാസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഈ കാറിൻ്റെ അകത്ത് നാവിഗേഷൻ ഇൻ കാർസ് ആൻഡ് സ്മാർട്ട് ഫോൺസ്. വെതർ മോണിറ്ററിംഗ് സാറ്റലൈറ്റ്സ്, ഇത് റെയിൻഫോൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്ട്രോംസ്, സൈക്ലോൺസ് ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാർലിംഗ് ഇന്റർനെറ്റ്, ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ഇന്റർനെറ്റ് സർവീസ് ഗ്ലോബൽ കവറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് advantages of wireless networking. Now let us discuss the advantages of wireless networking. എന്തൊക്കെയാണ്? ഇതൊക്കെ കാരണമാണ്, ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് വയർലെസ് ടെക്നോളജി ഇത്രയും പോപ്പുലർ ആവാനായിട്ട് കാരണം. അതെന്തൊക്കെയാണ് റീസൺസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൊബിലിറ്റി ആണ്. ഈ ഒരു വയർലെസ് നെറ്റ്വർക്ക്സ് നമ്മൾ ഫ്രീ ആയിട്ട്, അതായത് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വയർലെസ് നെറ്റ്വർക്ക് നമ്മൾ അനുവദിക്കുന്നുണ്ട്, റൈറ്റ്? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ക്യാമ്പസിന്റെ ഉള്ളിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് ആ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് ആ ഒരു ഇന്റർനെറ്റ് ആക്സസ് ലോസ് ചെയ്യാതെ തന്നെ എവിടെ വേണമെങ്കിലും നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ മൊബിലിറ്റി. നെക്സ്റ്റ് ഈസി ടു ഇൻസ്റ്റാൾ. ഇവിടെ കോംപ്ലെക്സ് ആയിട്ടുള്ള കേബിളിങ്ങിന്റെ കാര്യങ്ങളോ ഡ്രില്ലിങ്ങിന്റെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് നമ്മൾക്കിപ്പോൾ കേബിള് എടുക്കേണ്ട കാര്യമില്ല, അതേപോലെ തന്നെ വാൾസ് ഒന്നും തന്നെ ഡ്രില്ല് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു രീതിയിലുള്ള ആവശ്യകതയും ഇല്ല. ജസ്റ്റ് ഒരു വൈഫൈ റൗട്ടർ ഇൻസ്റ്റാൾ ചെയ്യുക ആൻഡ് ഡിവൈസസ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈസി ടു ഇൻസ്റ്റാൾ ആണ്. ഒരുപാട് ഡിവൈസസിന് ഒരേ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഡിവൈസസിന് ഒരേ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ വയർലെസ് ആക്സസ് പോയിന്റ്, ഓക്കെ, ഒരു സിംഗിൾ വയർലെസ് ആക്സസ് പോയിന്റിന് ഒന്നിൽ കൂടുതൽ ഡിവൈസസ് ഒരേ സമയത്ത് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു സിംഗിൾ വയർലെസ് ആക്സസ് പോയിന്റിന് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഡിവൈസസ് കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിൻ്റെ അകത്ത് ലാപ്ടോപ്സ്, സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സ് ഒക്കെ തന്നെ എല്ലാം തന്നെ ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ ഒരേ സമയത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും, റൈറ്റ്? സോ അഡ്വാൻറ്റേജസ് ഓഫ് വയർലെസ് നെറ്റ്വർക്ക് എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഇസ് മൊബിലിറ്റി. ഒരു വയർലെസ് നെറ്റ്വർക്ക് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ, അതായത് ആ ഒരു കണക്ഷനിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വയർലെസ് നെറ്റ്വർക്ക്സ് എന്ത് അനുവദിക്കുന്നുണ്ട്? മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു വൈഫൈ ക്യാമ്പസ് വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മൊബൈൽ ഫോണിൽ നമ്മൾ ക്യാമ്പസ് വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ആ ഒരു ഇന്റർനെറ്റ് ആക്സസ് നഷ്ടമാവാതെ നടക്കാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഈസി ടു ഇൻസ്റ്റാൾ ആണ്. ഇവിടെ കോംപ്ലെക്സ് ആയിട്ടുള്ള കാബ്ലിംഗിന്റെയോ അല്ലെങ്കിൽ വാൾസ് ഒന്നും തന്നെ ഡ്രിൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ജസ്റ്റ് ഒരു വൈഫൈ റൗട്ടർ ഇൻസ്റ്റാൾ ചെയ്യുന്നു, ദെൻ ഡിവൈസസ് ഇൻസ്റ്റന്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇനി ഒരുപാട് ഡിവൈസസിന് ഒരേ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു സിംഗിൾ വയർലെസ് ആക്സസ് പോയിന്റിന് ഒന്നിൽ കൂടുതൽ ഡിവൈസസിന് ഒരേ സമയത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ക്ലാസ് റൂമിൻ്റെ അകത്ത് ലാപ്ടോപ്സിൽ, അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ്, അതുപോലെ തന്നെ ടാബ്ലറ്റ്സ് ഒക്കെ തന്നെ നമുക്ക് സെയിം വൈഫൈ നെറ്റ്വർക്കിൽ ഒരേ സമയത്ത് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വയർലെസ് നെറ്റ്വർക്കിംഗ്. ഇവൻ ദോ ഈ വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് കൺവീനിയന്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇതിനും കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അതും നമ്മൾ മനസ്സിലാക്കണം, റൈറ്റ്? അഡ്വാൻറ്റേജസ് മാത്രമല്ല ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്തൊക്കെയാണ്? പ്രോൺ ടു ഇന്റർഫറൻസ്. വയർലെസ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ വോൾസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നിയർ ബൈ നെറ്റ്വർക്ക്സ് എന്നുള്ള ഓവർലാപ്പിംഗ് സിഗ്നൽസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സിഗ്നലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സിഗ്നൽ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കണക്ഷന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ സ്പീഡും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ വയർലെസ് സിഗ്നൽസ് വോൾസും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസിനെയും അതേപോലെ തന്നെ ഓവർലാപ്പിംഗ് സിഗ്നൽസിനെയൊക്കെ നിയർ ബൈ നെറ്റ്വർക്ക്സിൻ്റെ അകത്തുനിന്ന് വരുന്ന ഓവർലാപ്പിംഗ് സിഗ്നൽസിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് കണക്ഷന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ സ്പീഡും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് ലെസ് സെക്യൂർ ഇഫ് നോട്ട് പ്രൊട്ടക്റ്റഡ്. അത് പ്രൊട്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സെക്യൂർഡ് അല്ല. ഓക്കെ, ഇപ്പൊ ഈ വൈഫൈ എന്ന് പറയുന്നത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചു. നമുക്കിപ്പോ വൈഫൈക്ക് ഒരു പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാതെ വൈഫൈ വെച്ച് കഴിഞ്ഞാല് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് ഈ ഒരു നെറ്റ്വർക്കിനെ വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഡേറ്റ എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് ഓഫ് ഹാക്കിംഗ് ആണ്. ഇപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡും എൻക്രിപ്ഷനും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇപ്പൊ വൈഫൈ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് നെറ്റ്വർക്ക് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡേറ്റ റിസ്ക് ഓഫ്, അതായത് ഹാക്കിംഗ് വളരെ ഈസി ആയിട്ട് തന്നെ ഡേറ്റാസിനെ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് സ്പീഡ് ഡിപ്പെൻഡ്സ് ഓൺ ഡിസ്റ്റൻസ് ആൻഡ് ഒബ്സ്റ്റാക്കിൾസ്. അതായത് നമ്മളിപ്പോ വൈഫൈ റൗട്ടറിന്റെ അടുത്തുനിന്ന് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു സിഗ്നൽ എന്താവുന്നുണ്ട്, വീക്കർ ആവുന്നുണ്ട്. അപ്പൊ ഈ ഫിസിക്കൽ ഒബ്സ്റ്റാക്കിൾസ് ആയിട്ടുള്ള കോൺക്രീറ്റ് വാൾസും ഇതിന് ഈ ഒരു സ്പീഡ് കുറച്ചിട്ട്, അതായത് ഈ സ്പീഡിനെയും കണക്ടിവിറ്റിനെയും കുറക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. ഓക്കെ, സോ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പ്രോൺ ടു ഇന്റർഫറൻസ് ആണ്. അതായത് ഈ വയർലെസ് സിഗ്നൽസ് എന്ന് പറയുന്നത് വോൾസിന, ഇലക്ട്രോണിക് ഡിവൈസിന, ഓവർലാപ്പിംഗ് സിഗ്നൽസിന, അടുത്തുള്ള നെറ്റ്വർക്കിന്റെ അടുത്തുള്ള ഓവർലാപ്പിംഗ് സിഗ്നൽസിനെയൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇത് കണക്ഷൻ ക്വാളിറ്റിയും അതുപോലെ തന്നെ സ്പീഡും കുറക്കുന്നുണ്ട്. ലെസ് സെക്യൂർ ഇഫ് നോട്ട് പ്രൊട്ടക്റ്റഡ്. ഈ വൈഫൈ എന്ന് പറയുന്നത് നമ്മളിപ്പോ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് വിട്ട് കഴിഞ്ഞാല് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡേറ്റ എന്താവും, ഡേറ്റ എന്ന് പറയുന്നത് ഹാക്കിംഗ്, അതായത് ഡേറ്റ മേ ബി അറ്റ് ഹൈ റിസ്ക് ഓഫ് ഹാക്കിംഗ്. ഇപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡോ എൻക്രിപ്ഷനോ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ആൻഡ് ഒബ്സ്റ്റാക്കിൾസിനെയാണ്. ഫെർദർ നമ്മളിപ്പോ ഒരു വൈഫൈ റൗട്ടറിന്റെ അടുത്തുനിന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സിഗ്നലും എന്താവുന്നുണ്ട്, വീക്കർ ആവുന്നുണ്ട്. അപ്പൊ ഒരു ഫിസിക്കൽ ഒബ്സ്റ്റാക്കിൾസ് ആയിട്ടുള്ള കോൺക്രീറ്റ് വാൾസിന് സ്പീഡും കണക്ടിവിറ്റിയും റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാവുന്നുണ്ട്. കമ്പാരിസൺ വയേർഡ് വേഴ്സസ് വയർലെസ്. വയേർഡ് നെറ്റ്വർക്കിങ്ങും വയർലെസ് നെറ്റ്വർക്കിങ്ങും. സ്പീഡ് എന്ന് പറയുന്നത് വയേർഡിൻ്റെ അകത്ത് ഫാസ്റ്ററും സ്റ്റേബിളും ആണ്. ദാറ്റ് ഇസ് ഫൈബർ. നമ്മളിപ്പോൾ ഫൈബറിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ ഫാസ്റ്ററും അതുപോലെ തന്നെ സ്റ്റേബിളും ആണ്. വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് സ്ലോവർ ആണ്. ബട്ട് ഇപ്പോൾ 5G ഒക്കെ വരുന്നതിനനുസരിച്ചിട്ട് അത് 5G ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെക്യൂരിറ്റി. ഹൈ സെക്യൂരിറ്റി ആണ്. അതായത് നമുക്കൊരു ഈ ഒരു ഫിസിക്കൽ കണക്ഷനെ ആക്സസ് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷെ വയർലെസ് നെറ്റ്വർക്കിംഗ് വെച്ച് വയർലെസ് നെറ്റ്വർക്കിന്റെ കേസ് എടുക്കുന്ന സമയത്ത് ഹൈ റിസ്ക് ആണ്. കാരണം പാസ്വേഡും അതുപോലെ തന്നെ എൻക്രിപ്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, അൺഓതറൈസ്ഡ് യൂസേഴ്സിന് ഈ ഒരു വയർലെസ് നെറ്റ്വർക്ക് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ലോവർ നീഡ്സ് എൻക്രിപ്ഷൻ. മൊബിലിറ്റി ഫിക്സ്ഡ് ആണ്, ഹൈ മൊബിലിറ്റി ആണ്. കോസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇൻസ്റ്റാളേഷന്റെ സമയത്ത് നമുക്ക് ഒരുപാട് കോസ്റ്റ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ലൈക്ക് ഫിസിക്കൽ കണക്ഷൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഹയർ ഇൻസ്റ്റാളേഷൻ. ഈ ഒരു വയർലെസ്സിന് വളരെ ചീപ്പർ സെറ്റപ്പ് ആണ്. നെക്സ്റ്റ് യൂസ് കേസ് ഡേറ്റ സെന്റേഴ്സിലും ലാബ്സിലൊക്കെയാണ് വയേർഡ് നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യുന്നത്. വയർലെസ് നെറ്റ്വർക്കിംഗ് വീടുകളിൽ, മൊബൈൽസില്, IoTയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തേക്കുന്നത് ആർപ്പാനെറ്റിലാണ്. ആർപ്പാനെറ്റിന്റെ അകത്തു നിന്നാണ് ഇൻ ദ ഇയർ 1969 ഇന്നത്തെ ഗ്ലോബൽ നെറ്റ്വർക്ക്, ഗ്ലോബൽ ഇന്റർനെറ്റ്. ഓക്കെ, അതായത് നെറ്റ്വർക്കിംഗ് ഇവോൾവ് ചെയ്തേക്കുന്നത് ആർപ്പാനെറ്റ് 1969 ആർപ്പാനെറ്റ് തൊട്ടിട്ട് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലോബൽ ഇന്റർനെറ്റ് വരെ എത്തി നിൽക്കുവാണ്. വയേർഡ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് ഫാസ്റ്റും സ്റ്റേബിളും സെക്യൂറും ആണ്. ബട്ട് മൊബിലിറ്റി ലാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, വയർലെസ് നെറ്റ്വർക്കിംഗ് ഫ്രീഡം, ഫ്ലെക്സിബിലിറ്റി, കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇതിന് ബെറ്റർ സെക്യൂരിറ്റിയും സ്പീഡും അത്യാവശ്യമാണ്. ഈ രണ്ട് ടൈപ്സ് ഓഫ് നെറ്റ്വർക്സും both types work together in real system. For example, your Wi-Fi router connect wirelessly to your phone, but it is connected by a wired cable to the internet backbone. Okay, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTFന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.